FM Sarotis Presents Polic Talksലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ആഡംബരങ്ങൾ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ആനുകൂല്യങ്ങൾ വേണ്ട, എന്തിന് ഇന്ത്യ കണ്ട ഏറ്റവും ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തന്നെ മുടി വളർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, മുൻ CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MP-യും ഇന്ന് CPI-യുടെ മുതിർന്ന നേതാവുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. വെൽക്കം ടു പോളിക് ടോക്സിലേക്ക്. ഓക്കെ, താങ്ക് യു. നമുക്ക് സാറിന്റെ രാഷ്ട്രീയ ജീവിതം പറഞ്ഞ് സംസാരിച്ചു പോകുന്ന ഒരു ഷോയാണിത്. അപ്പം സാറിന് 16-ാമത്തെ വയസ്സിലാണ് പാർട്ടി അംഗത്വം ലഭിക്കുന്നത്, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. അതിനു മുന്നേ ബാലസംഘത്തിലൊക്കെ ആയിരുന്നു സാറ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു സാറിന് പ്രചോദനം ഉണ്ടായിരുന്നത് ഈ പാർട്ടിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളൊരു? പാർട്ടി മെമ്പർഷിപ്പ് 16-ാം വയസ്സിലാണ്. പക്ഷേ ഞാൻ അതിനു മുമ്പ് തന്നെ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതിന് കാരണമുണ്ട്. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പം AKG പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക. എൻ്റെ നാട്ടിലാണ് മത്സരിക്കുന്നത്. AKGക്ക് വോട്ട് പിടിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ നടക്കുക. ആ സമയത്താണ് AKG അവിടെ വരുന്നത്. AKG കാണാൻ നമ്മുടെ പരിസര പ്രദേശ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പോവുക. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ പോകുമ്പോൾ എന്നെയും കൊണ്ടാണ് പോയത്. അവിടെ എത്തി AKG കണ്ടപ്പം അമ്മ ഒരു ചുവന്ന നൂലിൻ്റെ മാല എനിക്ക് തന്ന് AKGക്ക് ഇടാൻ. ഞാൻ മാലയിട്ടു. AKGൻ്റെ കവിളിൽ നുള്ളി. ഇത് അമ്മ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അമ്മ എപ്പോഴും പറയും, നീ AKGക്ക് മാലയിട്ടോനാ. ആ വാക്ക് എൻ്റെ മനസ്സിനകത്തുണ്ട്. ആരാ AKG എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? AKGയുടെ ജീവിതം എന്താണ്? ഇത് അന്നത്തെ വളരെ കൊച്ചായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് കടന്നുകൂടിയതാണ്. അങ്ങനെയാണ് ഞാൻ ഒരു 10 വയസ്സാകുമ്പോഴേക്ക് ഞാൻ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി. അന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കാളും പ്രധാനം ബാലസംഘമായിരുന്നു. ആ ബാലസംഘത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട പ്രവർത്തകനായി. ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഈ 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യമായി മെമ്പർഷിപ്പ് എടുക്കുന്നത്. ന്യായമായ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 18 വയസ്സാവണം. ഞാൻ അന്നേരം നേതാക്കന്മാരോട് ചോദിച്ചു, ഞാനെന്തിനാ ഇതിൽ? അപ്പോൾ നീ ബാലസംഘത്തിൻ്റെ വില്ലേജ് സെക്രട്ടറിയാണ്, അപ്പോൾ നീ വേണം. അങ്ങനെയാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത് 64 ജനുവരിയിൽ. നിർഭാഗ്യം 64 ഏപ്രിൽ മാസത്തിൽ പാർട്ടി പളർന്ന് 2 പാർട്ടിയായി. 2 പാർട്ടിയായപ്പോൾ ഞാൻ CPIൻ്റെ കൂടെ തന്നെ നിന്ന് ഒരു മാറ്റത്തിനും പോയില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഞാൻ വളർന്നു വരാൻ കാരണം ജീവിത സാഹചര്യങ്ങളാണ്. എൻ്റെ പ്രദേശം മുഴുവൻ പാവപ്പെട്ട ആളുകളാണ്. അവർ ജീവിക്കുന്നത് അവിടെയുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുക. പ്രധാനമായും 2 വ്യവസായം നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് കൈത്തറി വ്യവസായം, മറ്റൊന്ന് ബീഡി വ്യവസായം. ഇത് 2ൽ ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ജീവിക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ 12 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ വീട്ടിൽ ഗതിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ 3 മക്കളായിരുന്നു. ഞാൻ 2ാമത്തെ കുട്ടിയാണ്. ഞാൻ മൂത്ത എൻ്റെ സഹോദരി, അവർ ഇപ്പോഴില്ല. പിന്നെ ഒരു അനുജനും ഇല്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. 3 മക്കളും ഒരു കുടുംബമായിട്ട് അമ്മ ഇങ്ങനെ ജീവിക്കുക. അപ്പോൾ നമുക്ക് മിക്കവാറും അച്ഛന് നെയ്ത്ത് കമ്പനിയിലാണ് ജോലി. വരുമാനം വളരെ കട്ടിയായിരിക്കും. ആ വരുമാനം കൊണ്ട് വീട് ജീവിക്കണം. മിക്കവാറും രാത്രി കാലങ്ങളിൽ നമുക്ക് അരിഭക്ഷണം ഉണ്ടാവില്ല. നല്ല മധുരക്കിഴങ്ങായിരിക്കും നമുക്ക് തരിക. ആ മധുരക്കിഴങ്ങിൽ കൂടിയാണ് നമ്മൾ വിശപ്പടക്കിയിരുന്നത് ആ കാലത്ത്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈന്യമായ ജീവിതത്തിലാണ് നമ്മളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ അമ്മ അരയണ തരും. അരയണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല, 3 പൈസയാണ്. ഇന്നത്തെ ന്യായാ പൈസയുമായിട്ട് ബന്ധപ്പെട്ടാൽ 3 പൈസ തരുക. അതുകൊണ്ട് ഉണ്ടക്കായ് എന്ന് പറയുന്ന, ഇവിടെ നമ്മളാളുടെ ഉണ്ടക്കായ് എന്ന് പറയും, ഇവിടെ ഉണ്ടപ്പൊരി പറയും. അതൊന്ന് ഉച്ചയ്ക്ക് കഴിക്കും, പച്ചവെള്ളം കഴിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഞാനൊരു ദിവസം സ്കൂളിൽ വരുമ്പോൾ വീട്ടിനടുത്തുള്ളൊരു കമ്പനിയുണ്ട്, കൈത്തറി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനിയാണ്, നെയ്ത്ത് കമ്പനി. ആ കമ്പനിക്ക് മുമ്പിൽ സമരമാണ്. ആര്? തൊഴിലാളികൾ. സമരം നടത്തുന്ന തൊഴിലാളികൾ കമ്പനിയിൽ നിന്ന് തുണി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞു. പോലീസ് വന്നു. അന്നത്തെ പോലീസ് ഇന്നത്തെ പോലീസ് പോലല്ല. പോലീസ് നിക്കറിട്ട പോലീസാണ്. നിങ്ങൾ കണ്ടു കാണില്ല. തൊപ്പിയതായിരുന്നില്ല, ഇങ്ങനെയുള്ള തൊപ്പിയായിരുന്നു. ആ പോലീസ് വന്നിട്ട് ഇവരോടത് മാറാൻ പറഞ്ഞു. ഇവർ മാറിയില്ല. കണ്ടമാനം ലാത്തി കൊണ്ട് അടിച്ചു. അടി കൊള്ളുമ്പം ചോര ഇങ്ങനെ ഒലിക്കുക. ചോര അടികൊള്ളുമ്പോൾ തെറിക്കുന്നുണ്ട് പുറത്ത്. ഇത് കണ്ടപ്പോൾ കൂടിയ ആളുകൾ മുഴുവൻ മുദ്രാവാക്യം വിളിച്ചു. കൊച്ചു കുട്ടികളായ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു.
ആദ്യമായി ഞാൻ മുദ്രാവാക്യം വിളിക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനീതിയെ ചെറുക്കുന്നവൻ, പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പം അതിൽ അവൻ്റെ കൂടെ നിൽക്കുന്നവൻ, നാട്ടിലെ ജനങ്ങൾക്ക് മാനമായി ജീവിക്കാൻ വേണ്ടി തൻ്റെ സേവനം നൽകുന്നവൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനാണ്. അവൻ പ്രവർത്തിക്കുന്നത് അവന് വേണ്ടിയല്ല, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയുമായിട്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് പറഞ്ഞാൽ നമുക്ക് മുമ്പേ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരുപാട് നേതാക്കന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് സേലം ജയിൽ വെടിവെപ്പ് 1950 47 സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് കോൺഗ്രസ്സാണ് മദ്രാസ് ഭരിക്കുന്നത്. ആ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മലബാറുള്ള 27 പേര് സേലം ജയിലില്ല. അപ്പം കേരളം എന്ന് പറഞ്ഞാൽ മലബാർ, അതുപോലെ ആന്ധ്ര, തമിഴ്നാട് എല്ലാം ചേർന്ന് സേലം ജയിലില്ല. കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ അവിടെ കൊണ്ടാക്കി സേലം ജയിലിൽ. അന്നത്തെ കോൺഗ്രസിൻ്റെ തീരുമാനം അത്. കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്ന അവിടെ. പ്രകാശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അവരെ തീരുമാനം അനുസരിച്ച് കൊണ്ടുപോയാക്കിയെന്ന് മാത്രമല്ല, ഒരു ദിവസം രാവിലെ ഈ തടവുകാർ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലോക്കിലേക്ക് പോലീസുകാർ MSPക്കാർ വന്ന് തോക്കുമായി നീട്ടി നിറയൊഴിച്ചു. സേലം ജയിലിൻ്റെ അകത്ത് വെടിവെപ്പ്. തടവുകാരുടെ കയ്യിൽ പല ആയുധങ്ങളുണ്ടോ? വിപ്ലവം നടത്താൻ ആയുധങ്ങളില്ലല്ലോ. ആ പാവങ്ങൾ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കുക? പുറത്ത് വിവരം 24 പേര് മരിച്ചെന്നാണ്. ആ 24 പേരുടെ മരണം അറിഞ്ഞിട്ട് സേലം ജില്ലാ കളക്ടർ ജയിൽ വന്ന് അദ്ദേഹം ഭരണം ഏറ്റെടുത്തു, ജയിലിൻ്റെ ഭരണം. അദ്ദേഹം ആദ്യം പറഞ്ഞത്, എനിക്ക് ആ ബോഡി ഒന്ന് നോക്കണം, പരിശോധിക്കണം. 2 ഡോക്ടർമാരും കളക്ടറും കൂടി ബോഡി പരിശോധിച്ചു. 24 മരിച്ചതിൽ 2 പേർക്ക് ജീവനുണ്ട്. അവർ അടിയിലുള്ള 2 ആളുകൾക്ക് ജീവനുണ്ട്. അതിലൊന്നാണ് സി കണ്ണൻ, CIT സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സി കണ്ണൻ. മറ്റൊന്ന് കാന്തരൂട്ട് കുഞ്ഞമ്പു, കേരളത്തിലെ ഒരു തവണ മാത്രം വനംവകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അവർ 2 പേരും വെടി കൊണ്ട് ബോധമറ്റ് കിടക്കുക. അവരെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, സർ, ജീവൻ രക്ഷിക്കാൻ കഴിയും, പക്ഷേ വെടിയുണ്ട പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ജീവൻ മതി. ജീവിതകാലം മുഴുവൻ ശരീരത്തിൽ വെടിയുണ്ടുമായി നടന്ന ആളുകളായി ഇവർ 2 ആൾ. അവർ 2 പേരും എന്തിനാണ് ജീവിച്ചത്? അവർക്ക് വേണ്ടിയാണോ? അവരെ കുടുംബത്തിന് വേണ്ടിയാണോ? അവർ ഈ നാട്ടിൽ ജീവിച്ചത് സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ്, അവൻ്റെ കഷ്ടപ്പാടില്ലാതാക്കാനാണ്. ആ പോരാട്ടത്തിൽ പങ്കെടുത്ത മനുഷ്യരെല്ലാം നമ്മുടെ മുമ്പിൽ ഒരാവേശമായിരുന്നു. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. മാത്രമല്ല, എന്നെ രാഷ്ട്രീയക്കാരനാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവെച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് കുറച്ച് സംസ്കൃതം അറിയായിരുന്നു. അമ്മ ചെറുപ്പത്തിലെ സംസ്കൃതം പഠിച്ചുകൊണ്ട് സംസ്കൃത കാവ്യങ്ങളെ രക്തം ചുരുക്കം എന്നോട് പറഞ്ഞു തരും. രാമായണം, മഹാഭാരതം ഇതൊക്കെ എന്നോട് പറഞ്ഞു തരും. പിന്നെ അമ്മ ആവശ്യപ്പെടും, വായനശാലയിൽ പോയി ഇന്നേ പുസ്തകം വേണം. ആ പുസ്തകം അമ്മ എഴുതി തരും. ഞാൻ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വരും. എന്ന് പറഞ്ഞാൽ 3ാം തരത്തിൽ പഠിക്കുമ്പം ഞാൻ പുസ്തക വായന ഒച്ചയിൽ പുസ്തകം വായിക്കും. അമ്മ നിർബന്ധിക്കും ഒച്ചയിൽ വായിക്കാൻ. അപ്പോൾ അങ്ങനെ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അമ്മ തന്നെയാണ്. അമ്മ എപ്പോഴും പറയും, നീ വലിയ ആളാവണം. വലിയ ആളാവണം അമ്മ ഉദ്ദേശിച്ചത് ഞാൻ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാണെന്നാണോ എന്നെനിക്കറിയില്ല. നീ വലിയ ആളാവണം. എന്തായാലും വലിയ ആളാവണം എന്ന് പറയുമ്പോഴേക്ക് അമ്മയില്ലായിരുന്നു. അമ്മ മരിക്കുമ്പം ഞാൻ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പം അമ്മ മിക്കവാറും അസുഖമായിട്ട് വീട്ടിൽ കിടപ്പായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഒരു രാത്രി. അപ്പോൾ അമ്മക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ കിടക്കാം. നമ്മൾ ചെറുപ്പത്തിൽ അമ്മയും ഞാനും കൂടി ഒരുമിച്ച് കിടക്കുന്നതാണ്. കിടന്ന് അമ്മ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ അമ്മക്കുള്ള മരുന്ന് വാങ്ങിച്ച് കൊടുത്തയച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊരു പരിപാടിക്ക് പോകണമായിരുന്നു. പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാൻ വണ്ടി കയറി കരിവള്ളൂരിലേക്കാണ്. അപ്പോഴെനിക്കൊരു തോന്നൽ, അമ്മയെ എൻ്റെ വിവരം ഒന്ന് അറിയണം. എന്തോ അമ്മക്കെന്തോ പറ്റിയെന്നൊരു തോന്നൽ മനസ്സിൽ. ഇറങ്ങി വന്ന് ആഫീസിൽ വന്ന് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് അമ്മ പോയിരിക്കുന്നു. സാധാരണ അങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും അടുത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വേറെ പിരിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ നമുക്കുണ്ടാവുന്ന. എന്തായാലും അതാണ് എനിക്കുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ചത്താൽ ഒരാചാരവും വേണ്ട, ഒന്നും വേണ്ട, പയ്യാമ്പലം കൊണ്ടുപോയിട്ട് സംസ്കരിക്കണം. അതിൻ്റെ മറ്റൊരു നടപടിക്രമങ്ങളും വേണ്ട, കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ജീവിതം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് ജീവിതം എന്താണെന്ന് നമ്മളെ കൂടി പഠിപ്പിച്ച അമ്മ.
ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അമ്മ എന്ന് പറയുന്ന ഒരു പ്രചോദനമാണ്. നമ്മളെ ഈ ചെറുപ്പക്കാരൊക്കെ അമ്മയെക്കുറിച്ച് എന്താ ആലോചിക്കുന്നത് എനിക്കറിയില്ല. മാർക്സിൻ ഗോർക്കിയുടെ അമ്മ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് അമ്മമാരെക്കുറിച്ച് അറിയാം. ONVയുടെ മനോഹരമായ കാവ്യമുണ്ട്. ആ കാവ്യത്തിലെ അമ്മയെക്കുറിച്ച് അറിയണം. അമ്മ ONVയുടെ അമ്മയെന്ന് പറയുന്നത് 9 പേരവർ സോദരന്മാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 സഹോദരന്മാരാണ്. അവർ ശില്പികളാണ്. ഒരു പ്രദേശത്തിൻ്റെ ശില്പസൗന്ദര്യങ്ങൾ മുഴുവൻ ഇവരാണ്, ഈ 9 ചെറുപ്പക്കാരാണ്. അവർ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് നാട്ടിൽ വന്ന് എല്ലാവർക്കും അറിയാം. ഇവരാ ശില്പികൾ. ആ ശില്പികൾക്ക് എല്ലാ ശില്പങ്ങളും ഉണ്ടാക്കി ഒരുപാട് ബഹുമതി കിട്ടിയതാണ്. 9 പേരും കല്യാണം കഴിച്ച് കുട്ടികളുണ്ട്. അത്ര ഐക്യത്തിൽ ജീവിക്കുക. അപ്പോഴാണ് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവർ വലിയ അമ്പലത്തിൻ്റെ മുൻമതിൽ പണിയുമ്പം മതിൽ ഉറക്കുന്നില്ല. പഴയ കാലത്ത് മതിൽ ഉറക്കാതിനൊരു നാട്ടിലൊരു ചൊല്ലുണ്ട്, അതിന് മനുഷ്യൻ്റെ രക്തം കൊടുത്താൽ ഉറക്കും എന്ന്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ചർച്ച വന്ന് അപ്പോൾ പറഞ്ഞത് ഒരു സ്ത്രീയുടെ ജീവൻ കൊടുക്കണം. ഏത് സ്ത്രീയുടെ ജീവൻ കൊടുക്കും? 9 പേർക്കും ഭാര്യമാരുണ്ട്. ഏത് ഭാര്യനെയാണ് കൊടുക്കുക? 9 പേരും തമ്മിൽ നോക്കി ആരെ കൊടുക്കും? അവർക്കാർക്കും മനസ്സാല കൊടുക്കാൻ പറ്റില്ല. മൂത്ത സഹോദരൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് ആരാണോ ഭക്ഷണം കൊണ്ടുവരുന്നത് അവരെ ഇന്നത്തെ ബലി കൊടുക്കുക. ഭക്ഷണം കൊണ്ടുവരുന്നത് അന്ന് ഭക്ഷണവുമായി വരുന്നയാളെക്കുറിച്ച് ഇവരെല്ലാവരും ജോലി ചെയ്യുമ്പോൾ നോക്കുന്നതാ ആരാ ഭക്ഷണം കൊണ്ടുവരുന്നതാണ്. അകലെ പാടത്തിൻ്റെ കരയിലൂടെ വരിക ഒരു സ്ത്രീ. കുറച്ചടുത്തെത്തിയപ്പം മൂത്തവന് മനസ്സിലായി എൻ്റെ ഭാര്യയാണ് വരുന്നത്, പറഞ്ഞവൻ്റെ ഭാര്യയാണ്. ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അവൾ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഇതെൻ്റെ അവസാനത്തെ അത്താഴാ, ഞാൻ തയ്യാറാണ്. നിങ്ങളിവിടുത്തെ എല്ലാവരും പ്രധാനപ്പെട്ട ശില്പികളാണ്. നിങ്ങളുടെ ശില്പങ്ങൾ ഒന്നും ഒരു കാലത്തും ശില്പങ്ങൾ കൊള്ളാത്തതായി എന്ന് ആരും പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ആ ശില്പി എന്ന രീതിയിൽ നിങ്ങൾക്കുള്ള പേര് ആ പ്രശ്നത്തെ നിലനിർത്താൻ എൻ്റെ ജീവൻ കൊടുക്കാം. എന്നെ ചേർത്ത് മതിൽ പണിതോ, ഒരൊറ്റ അപേക്ഷയുണ്ട്. എന്നെ ചേർത്ത് മതിൽ പണിയുമ്പം എൻ്റെ ഇടത്ത് ഭാഗത്തെ മാറും, ഇടത്തേക്ക് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയെന്നറിയാം ഒഴിവാക്കുന്നത്? എൻ്റെ കുഞ്ഞ് കരയുമ്പം മുല കുടിക്കാൻ കരയുമ്പം മുല കൊടുക്കാൻ. ഒരമ്മയുടെ വികാരം ശരിക്കും പ്രകടമാക്കുന്ന ONVയുടെ കവിത അത്ര ഉള്ളു തട്ടിയ കവിതയാണ്. അത് ONVക്ക് മാത്രമേ അങ്ങനെ ഒരു കവിത എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലാണ് അമ്മമാർ. അപ്പോൾ അമ്മ നമ്മളൊക്കെ ഇങ്ങനെ വളർന്നു വന്ന് വലിയ ആളാകും എന്ന അമ്മേൻ്റെ ഉദ്ദേശം. വലിയ ആളാവുന്ന പറഞ്ഞാൽ അമ്മ എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഓരോ യാത്രയിലും എവിടെയൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധിയിൽ എന്നെ നിയന്ത്രിക്കാൻ അമ്മയുണ്ടായിരുന്നു. ആ അമ്മയാണ് എൻ്റെ വലിയ പ്രചോദനം. അമ്മ മാർക്സും വായിച്ചിട്ടില്ല, അമ്മക്ക് മാർക്സിനെക്കുറിച്ച് അറിയില്ല, ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച് അറിയില്ല, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് അറിയില്ല, ലോക സംഭവങ്ങളെക്കുറിച്ച് അമ്മ അറിയില്ല. പക്ഷേ അമ്മക്കൊന്നും അറിയാം. ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അമ്മയുണ്ടായിരുന്നു. ഞാൻ 78 സോവിയറ്റ് യൂണിയനിൽ പോയിരുന്നു. അന്ന് അമ്മയുണ്ടായിരുന്നു. അമ്മക്ക് എൻ്റെ മോൻ റഷ്യയിൽ പോയി. അമ്മക്ക് വലിയൊരു അഹങ്കാരമായിരുന്നു. അടുത്ത വീട്ടിലെ എല്ലാ സ്ത്രീകളോടും പറയും എൻ്റെ മോൻ റഷ്യയിൽ പോയി. റഷ്യ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പാട്ടുപാടും, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം. ആ ഇതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നത്. ആ സോവിയറ്റ് യൂണിയൻ്റെ മകൻ പോയി എന്ന് പറയുമ്പോൾ അമ്മക്കുണ്ടാകുന്ന ഒരു ആവേശം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീകളോടൊക്കെ പറയും എൻ്റെ മകൻ സോവിയറ്റ് യൂണിയനിൽ പോയതാ. അതിൻ്റെ ഒരു പെറ്റ വയറിനുണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ആധിക്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ അമ്മക്ക് ഒരിക്കൽ ഏറ്റവും സന്തോഷമുണ്ടായ വേറൊരു സമയമുണ്ടായിരുന്നു. ഞാൻ ഈ കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ യൂത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടെ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്ബോൾ അവിടുന്ന് കളിച്ച് കണ്ണൂർ ടൗണിലെത്തി. അവിടുന്ന് കണ്ണൂർ ലക്ഷ്യാറുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ടൂർണമെൻറ്റുകളിലല്ല, അവിടുന്ന് പ്രാക്ടീസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന്, ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ്. ആ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഞാൻ അനൗൺസറായിട്ട് വന്നു.
അപ്പോൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ടി ദാമോദരൻ എന്ന് പറയുന്ന കമൻറ്റേറ്റർ ഉണ്ട്. ടി ദാമോദരൻ എന്നോട് പറഞ്ഞു, വാ നിങ്ങൾക്ക് ഒരു കമൻട്രി പറഞ്ഞാലെന്താ? ഞാൻ പറഞ്ഞ കമൻട്രി പറയാൻ വേണ്ടി ഞാനൊക്കെ പറയാൻ വേണ്ടി പറ്റുമോ? അത് നമുക്ക് പരിശ്രമിക്കാം. ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ തിരക്കഥ എഴുതുന്ന ആളാണ്, വലിയ പ്രമാണിയാണ്. ദാമോദരൻ എന്നോട് പറഞ്ഞ ആദ്യം ഒരു കാര്യം ചെയ്യും, ആകാശവാണിയിലൊരു പരിപാടി. അങ്ങനെ ആകാശവാണിയിൽ ശ്രീനാരായണ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ പറ്റി ഒരു അവലോകനം 10 മിനിറ്റ്. അത് കോഴിക്കോട് ആകാശവാണിയില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരുന്നതിന് മുമ്പിൽ അമ്മയോട് തലേന്ന് രാത്രി പറഞ്ഞു, അമ്മേ നാളെ ഞാൻ കോഴിക്കോട് പോവാം. എന്താ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് റേഡിയോയിലാ? ആ സത്യ? ഞാൻ പറഞ്ഞേ, റേഡിയോയിൽ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ റേഡിയോയിൽ പ്രഭാഷണം നടത്തിയിട്ടില്ല. മാത്രമല്ല അന്ന് റേഡിയോയിൽ പാട്ട് പാടുന്ന ആളുകളാണെങ്കിൽ പി ഗംഗാധരൻ, റേഡിയോ ഫെയിം, ഓരോരുത്തരും കഥാപ്രസംഗക്കാർ, ഇവരെല്ലാം റേഡിയോ ഫെയിം വെക്കും. ഞാൻ കോഴിക്കോട് വന്ന് 10 മിനിറ്റേത്തെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ രാത്രി 11:45 കണ്ണൂരെത്തിയപ്പം അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ചത്താൽ ഖേദമില്ല, നീ റേഡിയോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീകളെല്ലാം വിളിച്ച് അവർ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ മോനിപ്പോൾ പറയും. ഇവരൊക്കെ മുറുക്കാൻ എല്ലാവർക്കും കൊടുത്ത്. അപ്പം തുടങ്ങി കണ്ണൂരിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരുസ്മാരക അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ പറ്റി ഒരു സംക്ഷിപ്ത വിവരണം ഇവരുടെ നടത്തുന്നത് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. അമ്മ ചിരിച്ച്, എൻ്റെ മോൻ പറയാ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു 70 രൂപ, അന്ന് കോഴിക്കോട് വന്ന് പ്രഭാഷണം നടത്തി 70 രൂപ ചെക്ക് കിട്ടി. ആ ചെക്ക് മാറാൻ പറ്റിയില്ല, എനിക്ക് അക്കൗണ്ടില്ലല്ലോ. അക്കൗണ്ട് എടുക്കുന്ന 50 രൂപയാണ്, ആകെ 70 രൂപയാണ് ചെക്ക്. അപ്പോൾ എൻ്റെ ചെക്ക് നഷ്ടപ്പെട്ടു. സാരമില്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി റേഡിയോ പറഞ്ഞ അതാണ്, ഏത്? ആകാശവാണി. അതിന് ശേഷം അടുത്ത വീടുകളിലൊക്കെ നമ്മളെല്ലാം വീടുകളുടെ ഇവിടെ ചേർത്ത വഴിയാണല്ലോ. ഈ വഴിയിലോട്ട് പോകുമ്പോൾ പറയും, കണ്ടോ ചെക്കനെ കണ്ടോ, ചെക്കൻ റേഡിയോ പറഞ്ഞാ. അത് കേൾക്കുമ്പോൾ ഞാൻ ഉള്ളൊരു ചിരി, സാധാരണ സ്വാഭാവികമല്ലേ ചിരി ഉണ്ടാവുന്നു. അപ്പം അമ്മ എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും പാടുപെട്ട് ജീവിച്ചപ്പോഴും അമ്മയുടെ മനസ്സിലൊരു സംതൃപ്തി എന്താ? മകൻ അറിയപ്പെടുന്ന ഒരാളായെന്നുള്ള സംതൃപ്തിയാണ്. അമ്മയുടെ പേര് യശോദ, പന്നിയൻ യശോദ എന്ന് പറയും. അതാണ് എൻ്റെ ഇനീഷ്യൽ പന്നിയൻ എന്ന് പറഞ്ഞത്. അമ്മയുടെ വീട്ടുപേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ അച്ഛൻ്റെ പേര്, അത് അവിടെ അമ്മയുടെ വീട്ടുപേരാണ്. നമ്മളൊരു പഴയ വലിയ തറവാട്ടുകാരാണ്. ആ തറവാട്ടിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ ഏത് പാരമ്പര്യമായാലും മനുഷ്യന് മാനമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരാൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതിനെ അടയാളപ്പെടുത്തലാണ് അമ്മയുടെ ഓരോ വാക്കുകളും. സാറിന്റെ രാഷ്ട്രീയ ജീവിതം നോക്കുമ്പോൾ അമ്മയാണ് വലിയൊരു ഇൻസ്പിറേഷൻ. അമ്മയിലെ രാഷ്ട്രീയ പ്രവർത്തനമാണ് സാറിലേക്ക് വന്നത് എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. സാർ അതുപോലെ തന്നെ സാറ് മികച്ചൊരു എഴുത്തുകാരനാണ്. പി ആർ കക്കാട് എന്നുള്ളൊരു തൂലികാ നാമം കൂടി സാറിനുണ്ടല്ലേ? മാതൃഭൂമിയിലൊക്കെ ആദ്യത്തെ കവിത വരിക, അങ്ങനെ എഴുത്തിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു സാർ? അല്ല, ഞാൻ ചെറുപ്പത്തിലേ നന്നായി വായിക്കുമെന്ന് പറഞ്ഞല്ലോ. അത് അങ്ങനെ വേർതിരിച്ച് വായനയൊന്നുമില്ല. കഥയും കവിതയും നോവലും നാടകവും എല്ലാം വായിക്കുമായിരുന്നു. ആ വായനയിൽ സ്വാഭാവികമായും മനസ്സിനകത്ത് കടന്നു വരുന്ന കുറേ പ്രത്യേകതകളുണ്ടല്ലോ. ആ പ്രത്യേകത മാത്രമേ കുറേ എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാർ പലരും എൻ്റെ പ്രചോദനമാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഈ വായിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ കുറിച്ച് വെക്കും, ചില പ്രത്യേക വരികളൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കവിത എഴുതി. കവിത എഴുതുന്നൊരു ശീലം, കവിത എഴുതുന്നൊരു ശീലമാണല്ലോ. ആ കവിത എഴുതി അന്നേരം എന്താ പറഞ്ഞാൽ, എഴുതിയാൽ എല്ലാവരും പറയും, ഓ നീ അയച്ചു കൊടുക്കടോ, പത്രക്കാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും അയച്ചു കൊടുത്ത് ഒന്നിനും മറുപടിയില്ല, തിരിച്ചു കിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ ദേശമിത്ര സാഹിത്യ സമാജമുണ്ട് കണ്ണൂരിൽ കുറേ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളെ പേര് മാറ്റി എഴുതിയാലോ, ഒരു പെണ്ണിൻ്റെ പേരിൽ എഴുതിയാലോ. അപ്പോൾ പെണ്ണിൻ്റെ തൂലികാനാമം, അങ്ങനെ തൂലികാനാമുണ്ടല്ലോ, വിലാസിന് തൂലികാനാമ. അപ്പോൾ അങ്ങനെ തൂലികാനാമം ആയിക്കോട്ടെ. എന്താണെന്ന് നമ്മൾ ആലോചിച്ചപ്പം പിടികിട്ടി, പ്രമീള എന്ന് വന്ന്. പ്രമീള എന്ന് പറഞ്ഞാൽ PR വരുമല്ലോ, PRA വരും. അത്
പ്രമീള തൂലിക നാമത്തിൽ ഞാൻ അയച്ചു, മാതൃഭൂമിക്ക് അയച്ചേ. അയച്ചതിൻ്റെ അടുത്ത ഈ ആഴ്ച അയച്ച് അതിനപ്പുറത്തെ ആഴ്ച മാതൃഭൂമിയിൽ വന്ന് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. മാതൃഭൂമിയിലൊരു കവിത വന്നിരിക്കും, അത് ബാലഭക്തിയിലാണ്. ബാലഭക്തിയിൽ വരാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ കവിത മോഹഭംഗം എന്നാണ്. അത് മോഹം എന്ന പേരിലാണ് ഞാൻ അയച്ചത്. അത് വന്നപ്പോൾ ഞാൻ ഈ കവിത എടുത്ത് 4 ആളെ അറിയിക്കണല്ലോ, എടുത്തിട്ട് കാര്യമുള്ളൂ. പ്രമീള എന്നുള്ള പേരില്ല, പന്നി നിബന്ധന പെട്ടെന്ന് അറിയാമല്ലോ. ഞാനവിടെ ബീഡി കമ്പനിയിലെ ആളുകൾ മുഴുവനുള്ളത്, ഞാനവരെ കാണാൻ പോയി. അവിടെ ബീഡി കമ്പനിയിൽ ഒച്ചത്തിൽ വായിക്കുന്ന ഒരാൾ രാഘവൻ. ഞാൻ രാഘവട്ടാ എൻ്റെ കവിത ഉണ്ടോ? നിൻ്റെ കവിതയോ? കാണട്ടെ ഓക്കെ. പോടാ, ഏതോ ഒരു പെണ്ണിൻ്റെ കവിത എടുത്ത് നടക്കുന്നു, നാണമില്ല എനിക്ക്. അതുകൊണ്ട് എൻ്റെ കവിതേൻ്റെ കൂമ്പടഞ്ഞ് അപ്പോൾ അതിനുശേഷം പിന്നെ കവിത എടുത്തില്ല. പിന്നെ ഞാൻ എഴുതിയ നിങ്ങൾ PR കക്കാട് എന്ന് പറയുന്നത്, അന്നേരം ഈ സ്പോർട്സ് ഞാൻ എഴുതാറുണ്ടായിരുന്നു ലേഖനങ്ങൾ. അതാണ് PR കക്കാട് എന്നുള്ള രീതിയിൽ എഴുതിയ. അതൊക്കെ എഴുത്ത് എന്ന് പറയുന്നത് നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ വായിച്ച് അറിയുന്ന കാര്യം മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധിയാണ് എഴുത്തിൽ കൂടി. അങ്ങനെ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുക മാത്രമല്ല, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ONBയെക്കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ONB സൂര്യ തേജസ്സോടെ എന്നും. നല്ല പുസ്തകമായിരുന്നു അത് എന്നാണ് വായനക്കാർ പറഞ്ഞത്. അതുപോലെ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ചരിത്രമെഴുതി ചരിത്രമായവർ, പല പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അതിനകത്ത് സാഹിത്യാദി പുസ്തകങ്ങളുണ്ട്, ഫുട്ബോളുണ്ട്, ഇതൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ എഴുതാൻ പ്രചോദനമുണ്ടാകുന്നത് ഈ വായനയിലൂടെയാണ്. കണ്ടമാനം വായിക്കും. ഇപ്പോഴെന്നെ നിങ്ങൾ കണ്ടോ, ഇത് ഈ വായിക്കുന്ന ഈ പുസ്തകങ്ങളില്ലേ, ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക വെറൈറ്റി ഇല്ല. വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്, താത്വിക രാഷ്ട്രീയമുണ്ട്, സമകാലീന രാഷ്ട്രീയമുണ്ട്, സ്പോർട്സ് ഉണ്ട്, സംഗീതമുണ്ട്, എല്ലാ ഇനങ്ങളും അതിനകത്തുണ്ട്. കാരണം മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ കുറേശ്ശെ അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അറിഞ്ഞാലും ഒരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ നോക്കണം, വിശ്വസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ്, ഒരു എഴുത്തുകാരനാണ്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഡോസ്റ്റോവസ്കി. അദ്ദേഹത്തിൻ്റെ മനോഹരമായ നോവലാണ് പെരുമ്പടവസുകാരൻ മലയാളത്തിലാക്കിയത്. അത് മലയാളത്തിലാക്കിയപ്പോൾ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലാണ്, മലയാളത്തിലേക്ക്. അത് ഇങ്ങനെ മലയാളത്തിലാക്കിയപ്പോഴോ, മലയാളത്തിലായപ്പോൾ വായനക്കാരുടെ മനസ്സിനകത്ത് ഈ കഥാപാത്രം ഏറ്റവും ഉയർന്നു നിൽക്കുക. കാരണം മലയാളികളുടെ മനസ്സിനകത്ത് ഒരിടവുണ്ടാക്കിയ ആളാണ് പെരുമ്പടവത്തിലെ ഭാഷാശൈലിയും ഈ സാഹിത്യം. നമ്മൾ വായിച്ച് കേട്ട ദോസ്റ്റോവസ്കിയെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള വിചാരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ദൈന്യതയേറിയ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും അവസാനമായി അദ്ദേഹത്തിന് നോവൽ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് കൂട്ടിൽ വന്ന ഒരു പെൺകുട്ടി അതിനകത്ത് ചേർക്കുകയും ചെയ്തപ്പോൾ ആ നോവലിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് കൃത്യമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾക്കുണ്ടായ നേരത്തെ. മലയാളം എന്ന് പറയുന്ന നമ്മളെ ഭാഷയുണ്ടല്ലോ, ആ ഭാഷക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നോവലുകളും അതുപോലെ കഥകളും കവിതകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളത്തിൽ. അതൊക്കെ എഴുത്തുകാരെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആ എഴുത്തുകാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരപ്പിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അവരുണ്ടാക്കിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ കാലിലൊക്കെ മുള്ളു തറച്ച് നമ്മൾ പോവും. ഇപ്പം പരപ്പിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുപാട് കാശുണ്ടാക്കിയില്ല. നിങ്ങൾ ഇന്നത്തെ എഴുത്തുകാരെ മാതിരില്ല. എന്ന് എഴുത്തുകാർക്ക് പുസ്തകം എഴുതി കൊടുത്താൽ പ്രസിദ്ധീകരിക്കാൻ പ്രസാധകന്മാരുണ്ട്. അന്ന് പണം കൊടുത്ത് അച്ചടിപ്പിച്ച് കൊണ്ടുപോയി വിൽക്കണം പുസ്തകം. പുസ്തകശാലകളില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പുസ്തകം വിറ്റ് നടന്നതാണ്. ദേവ് പുസ്തകം വിറ്റ് നടന്നതാണ്. തകഴി പോലും പുസ്തകം വിറ്റ് നടക്കേണ്ടി വന്നിട്ടുണ്ട്. പുസ്തകം വിറ്റ് നടന്നിരിക്കുന്ന പഴയ കാലത്തെ എഴുത്തുകാരിൽ നിന്ന് മാറി ഇന്ന് എഴുത്തുകാർക്ക് വന്ന മാറ്റം, അത് കാലത്തിൻ്റെ മാറ്റം കൂടിയാണ്. ആ മാറ്റം ഇന്നുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ അന്നത്തെ നോവലുകളും കഥകളുമൊക്കെ നമ്മളെ മനസ്സിൽ മാറാതെ നിൽക്കുന്ന അടിത്തറയുള്ളതല്ല. ഇന്ന് ആ കഥകളും നോവലുകളൊന്നും നമ്മളെ മനസ്സിനകത്ത് മാഞ്ഞു പോവില്ല. അതതിൻ്റെ വ്യത്യാസം.
സാർ ഒരുപാട് വായിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വായിച്ച വ്യക്തിയാണ്. സാറിന് ഇത്രയും പുസ്തകങ്ങൾ വായിച്ചതിൽ സാറിനെ എപ്പോഴും ഒരു പുസ്തകം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഏത് പുസ്തകത്തിനെ പറ്റിയായിരിക്കും അല്ലെങ്കിൽ ഏതൊരു എഴുത്തുകാരനെ പറ്റിയായിരിക്കും പറയാ? സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകവും എഴുത്തുകാരനും ഏതാണ് സാർ? അങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് തീർക്കാവുന്നൊരു കേസല്ല. കാരണം ഞാൻ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നതാണ്. എല്ലാ എഴുത്തുകാരുമായിട്ടും വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ അതിലോട്ട് വരുമ്പോൾ ഞാൻ പറയായിരുന്നു എൻ്റെ കൂടെയുള്ള കൂട്ടരോട്, അവിടെ അനന്തപുരി എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഒരു ദിവസം ഞാൻ കാക്കനാടിനും ഞാനും കൂടി ഒരുമിച്ചാണ് പോയത്. കാക്കനാടെന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലൊരു വേറിട്ട വഴി നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ച, മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒരു ഹരമുണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരാളാണ് കാക്കനാട്. അപ്പോൾ കാക്കനാടിനും ഞാനും കൂടി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കാക്കനാടൻ ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, അല്ല പന്നീന് ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം മുകളിൽ എവിടെയെന്ന് പറഞ്ഞാൽ അടിക്കാനാ. കാക്കനാട് അടിച്ചു വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച്, കാക്കനാട് നല്ലോണം ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ദൗർബല്യ, മനുഷ്യൻ്റെ ദൗർബല്യ. അപ്പോഴും ഞാൻ ആലോചിക്കുക, എന്നോട് പറഞ്ഞ് പന്യം കഴിക്കില്ലല്ലോ, ഇല്ലയെന്ന് എനിക്ക് അദ്ദേഹത്തിനറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ മദ്യം കഴിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ മദ്യത്തിൻ്റെ കഥ പറയുമ്പോൾ കൂടി എൻ്റെ അമ്മയുടെ ഒരു ഇടപെടലുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരനുണ്ട്, രാജൻ. അവൻ റൈറ്റ് എക്സ്ട്രീം കളിക്കുന്നു, ഞാൻ ഇൻസൈഡ് കളിക്കുന്നു. രാജനും ഞാനും വളരെ അടുപ്പാണ്. വൈകുന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിലാ ഭക്ഷണം, നല്ല കോഴിക്കറിയും പുട്ടുമുണ്ട്. അന്ന് കോഴിക്കറി എന്ന് പറയുന്നത് നാടൻ കോഴിയാണ്, ഈ കോഴിയല്ല. നാടൻ കോഴി എന്നാൽ വീട്ടിൽ വളർത്തിയ കോഴി, ആ കോഴിയിൽ ഇറച്ചിയാണ്. അതിനൊരു ടേസ്റ്റ് പറഞ്ഞ കേട്ടോ, അത് പാചകം ചെയ്യുന്ന രൂപം പറയാം. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഓരോ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച്, ഗ്ലാസ്സിൽ ചുവന്ന ദ്രാവകം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അത് ചേട്ടൻ കൊണ്ടുവന്നതാണ്. അന്ന് മിലിറ്ററിക്കാർ വരുമ്പോൾ കൊണ്ടുവരുന്നത് എന്താ പറയുക, ഇതാ ബോട്ടൽ, അതും 3XRM കുതിരയൊക്കെ കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതാണ് കൊണ്ടുവരിക. അപ്പോൾ ഇത് കൊണ്ടുവന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പോടാ, എല്ലാവരും കുഴിക്കുമ്പോൾ എനിക്ക് മാത്രം വേണ്ട. അതാ നിർബന്ധിച്ച് ഞാനൊരു ഗ്ലാസ് കുടിച്ചെന്ന് പറയുന്നത് വല്ലാത്ത കൂടിയാണ് കേട്ടോ. കണ്ണി കഴിയുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തോ, അങ്ങനെ കയറി കുടിച്ച് ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഇല്ല ഒരു 10 സെക്കൻഡ് കഴിയുമ്പം കാലിൻ്റെ പെരുവിരൽ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. കയറിയിട്ട് എൻ്റെ മൂർധാവൂരെത്തി. അപ്പോൾ പിന്നെ എനിക്ക് നല്ല വിശപ്പ്. ഞാൻ നല്ലോണം കഴിച്ചു ഭക്ഷണം. കഴിച്ചു നോക്കുമ്പോൾ ഒരു പ്രശ്നം, എണീക്കുന്നില്ല, കൈ പൊങ്ങുന്നില്ല, കാല് പൊങ്ങുന്നില്ല, ആകെ ഒരു വല്ലാത്ത അവസ്ഥ. എനിക്ക് വീട്ടിൽ പോയാൽ മതിയാവും. അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ പിന്നെ ഇവിടെ കിടന്നോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട്ടിൽ പോകണം, അമ്മ കാത്തു വെക്കും, ഞാനെത്തിയാലേ അമ്മ ഉറങ്ങും. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. അമ്മ ഒന്ന് വാതിൽ തുറന്ന് എന്നെ ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി കിടന്ന്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, ഉച്ചവരെ ഏതാണ്ട് കിടന്ന് എല്ലാം കുളിച്ച് തയ്യാറായി വരുമ്പോൾ എന്നോട് പറഞ്ഞു, വാ നീ എന്തിനെന്താ കഴിച്ചേ? ഞാനെല്ലാം അതുപോലെ പറഞ്ഞു. കാരണം ഞാൻ നുണ പറയില്ല. അമ്മേൻ്റെ മുമ്പ് എല്ലാം പറഞ്ഞു. അമ്മയെല്ലാം കേട്ടപ്പോൾ എന്നോട് പറഞ്ഞ്, ഇത് ആദ്യത്തെ അവസാനത്തെയും കഴിക്കല, ഇനി കഴിക്കരുത്. എൻ്റെ 2 കൈയും പിടിച്ച് അമ്മ കരഞ്ഞ്, ഞാനും കരഞ്ഞ്. അതിനുശേഷം ഞാൻ കഴിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അവർ നിർബന്ധിച്ച് കഴിക്കാൻ. അവർ ബ്രഷ് ഷേവും ക്രൂഡ് ഷേവും എല്ലാം കഴിക്കുന്നതാണ്. നേതാക്കന്മാർ മുഴുവൻ കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വോഡ്ക. ഞാൻ പറഞ്ഞില്ല, മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ കരച്ചില, അമ്മയെ കരയാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാനില്ല. പിന്നെ ഞാൻ കഴിച്ചില്ലല്ലോ. മദ്യപാനം എന്ന് പറയുന്നത് നമ്മളല്ലാതാക്കും. നമുക്ക് സ്വതവേ ഒരു ബോധമുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, നമുക്ക് ശരീരചലനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഏർപ്പാടുകളുണ്ട്. ഇത് എക്സ്ട്രാ കൊണ്ടുവരുമ്പോൾ നമ്മളെ പല ഭാഗങ്ങളും മരവിപ്പിക്കും, അതിൻ്റെ ചില ഭാഗങ്ങൾ ഉണർത്തും. അതാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് പറ്റില്ല. ഞാൻ മദ്യം കഴിച്ചില്ല, എല്ലാവർക്കും അറിയാലോ. എവിടെ ചെന്നാലും അറിയാം, പന്ത്യനോ പോട്ടെ, അയാൾ പിന്നെ സ്വാമിയാ എന്ന് പറഞ്ഞ് വിട്ടേക്കും. കാരണം നമുക്ക്
ഞാൻ അപ്പോൾ ആലോചിക്കുക, അമ്മ എന്നെ അടിച്ചെങ്കിൽ അതോടെ തീരുമായിരുന്നു. അമ്മ എന്നെ അടിച്ചതാണെങ്കിൽ അടികൊണ്ടതേ ഉള്ളൂ, അതോടെ തീരുമായിരുന്നു. അമ്മ അടിച്ചതല്ല. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയുമ്പം അമ്മയുടെ കണ്ണീർ കുടുകുടാ കരയുന്ന അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെപ്പോഴും കുട്ടികളെ നിങ്ങളെ ശിക്ഷിക്കുന്നത് വളരെ ആലോചിച്ച് പോകണം. ഇപ്പം നിങ്ങൾക്കറിയാം, മാമ്പഴം എന്ന് പറയുന്ന കവിത നിങ്ങൾ കേട്ടില്ലേ? അങ്കണത്തൈവാമിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ. ആ കവിത എന്താണെന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ കവി വൈലോപ്പള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ കൊച്ചനുജൻ ഈ കുട്ടികൾ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അത് അമ്മക്ക് വലിയ ഇഷ്ടമായി ഈ മകനെ കണ്ടാൽ. മകൻ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അവിടെ ഒരു ഒട്ടുമാവിൻ്റെ തൈയുണ്ട്. മാവിൽ നല്ല പൂ ഇങ്ങനെ പൂത്ത് കുട പോലെ നിൽക്കുക. ഈ മോൻ പോയി കൊടയും ഒടിച്ചു കൊണ്ടുവന്ന് അമ്മക്ക് കൊണ്ട് കൊടുത്ത്. അമ്മയുടെ മനസ്സിലെന്താ, ഇത് മാമ്പഴമായി കുട്ടികൾ കഴിക്കേണ്ട ആ മാമ്പഴം അത് നശിച്ചു പോവല്ലോ. അമ്മ പറഞ്ഞ്, ഇനി മുതൽ അതുവരെ സ്നേഹത്തോടെ മാത്രം മോനോട് സംസാരിച്ച അമ്മയുടെ മുഖം കറുത്തപ്പം അവൻ്റെ മനസ്സിനകത്ത് ഒരു വല്ലാത്ത ആദിയുണ്ടായി. അതോടെ പനി പിടിച്ച് അവൻ മരിച്ച്. അതാണ് വൈലോപ്പള്ളി ആ കവിതയിലൂടെ വ്യക്തമാക്കിയത്. നമ്മൾ ഒരു ചെറിയ കവിതയാണ്, ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവമാണിത്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണം. അതുപോലെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ കുട്ടികളോട് പെരുമാറുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികളോട് പെരുമാറുമ്പം നമ്മൾ ആലോചിച്ച് പെരുമാറണം. കുട്ടികളോടൊരിക്കലും നമ്മൾ അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഏതെങ്കിലും സംഭവമായിട്ട് പെരുമാറാൻ പാടില്ല. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയാം. എന്നെ അമ്മ അടിച്ചെങ്കിൽ അതോടെ തീർന്നു. എന്നാൽ അമ്മയുടെ ആ പരിചയമുണ്ടല്ലോ, ആ പരിചയം വെച്ചിട്ട് അമ്മ പറഞ്ഞ് അതല്ല ഇതാ വേണ്ടിയെന്നാണ്. പിന്നെ ഒരിക്കൽ അമ്മ അമ്മ ഏത് കാര്യത്തിനും എന്നെ ഏൽപ്പിക്കുക. 3 മക്കളെ കൂട്ടത്തിൽ എന്നോട് അമ്മക്ക് വലിയ താല്പര്യം. ചിലർ പറയുന്നത് സാധാരണ 3-ൽ രണ്ടാമതായി ജനിക്കുന്ന കുട്ടിയില്ലേ, ആ കുട്ടിയോട് വലിയ സ്നേഹമുണ്ടാവുമെന്ന്. എന്തോ എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയുള്ള കാലം, അമ്മൂമ്മയുള്ളപ്പം അമ്മൂമ്മക്ക് ഇടയ്ക്കിടെ പ്രേതം വരും. പ്രേതം എന്ന് പറഞ്ഞാൽ പ്രേതം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അമ്മൂമ്മ ജിന്ന് പിടിച്ച പോലെ ഒറ്റക്കിടപ്പാണ്. നമ്മൾ ഒരുപാട് മന്ത്രവാദം കഴിച്ച് ഗണപതി ഹോമം കഴിഞ്ഞ് ഒന്നും ശരിയാകുന്നില്ല. അവസാനം ശരിയാവാൻ ഒറ്റൊരു വഴി കണ്ട്. എന്താ വഴി കണ്ടെന്നറിയാം? അവിടെ ഒരു തങ്ങലുണ്ടായിരുന്നു. ആളെല്ലാവരും പറയും തങ്ങളെ നൂല് കൊണ്ടുവന്ന് കെട്ടിയാൽ പോവും. ഇത് അമ്മൂമ്മക്ക് പറയാം, തങ്ങളെ നൂല് കൊണ്ട് വന്ന് കെട്ടി അമ്മൂമ്മൻ്റെ ബാധ പോയി. അപ്പോൾ അമ്മൂമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് ബാധ വരുമ്പോൾ അമ്മ എന്നെ വിളിക്കും, മോനെ നേരെ പോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്. ഏത് വണ്ടി? ഒരു വണ്ടിയുണ്ട് ഓടിച്ചു പോകാൻ. ഏതാ വണ്ടിയെന്നറിയോ? നമ്മളെ ഈ സൈക്കിളിൻ്റെ ടയറില്ലേ, വെറും ടയർ, കാലി ടയർ, ആ ടയർ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് പോക്കുണ്ട്. ഒറ്റ ഓട്ടാ. ചെറുപ്പത്തിൽ അതെന്തൊരു കരമ, അതും കൊണ്ട് ഓടുക. ഞാൻ ഓടി മക്കാനി പോയി. അവിടെ പോയി തങ്ങളെ കണ്ട് തങ്ങളെടുത്ത് 2 അണ കൊടുക്കണം. 1/2 അണക്ക് കറുത്ത നൂല്. ഈ നൂല് നമ്മളെ തങ്ങൾ കൊണ്ടുപോയിട്ട് ഷൂ ഇങ്ങനെ മന്ത്രിക്കുന്നത് ഞാൻ കാണും. എന്നിട്ട് എൻ്റെ കയ്യിൽ തരും. അപ്പോൾ എന്നോട് പറയും, മിണ്ടാതെ പോയിട്ട് അതിലിടയിൽ ആരോടും സംസാരിക്കാൻ പാടില്ല, കൊണ്ടുപോയി കെട്ടിക്കൊടുക്കണം. അതിനാ പോകുന്ന. ഇത് സ്ഥിരമായിട്ട് ഞാൻ ഈ മന്ത്രഭാഗത്തിന് അമ്മൂമ്മക്ക് ഒരു ദിവസം അമ്മൂമ്മക്ക് ഇത് വന്ന് അമ്മ വിളിച്ച് പറഞ്ഞ്, മോനെ ഒന്ന് ചെല്ല്. ഞാൻ 2 കൊണ്ട് പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ തങ്ങളില്ല. തങ്ങളെവിടെ പോയി? മലപ്പുറത്ത് പോയി. എന്താ പറ്റിയേ? തങ്ങളെ കുടുംബത്തിലൊരു ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിരിക്കുക. 3 ദിവസം കഴിഞ്ഞേ വരും. അപ്പോൾ എനിക്ക് ആദ്യമായി അമ്മൂമ്മേൻ്റെ പ്രേതം പോകാൻ ഈ 3 ദിവസം വരെ അമ്മൂമ്മ കിടപ്പിലല്ലേ, പോകാനെന്താ വഴി, എന്താ മാർഗം? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോൾ അതിലിടയ്ക്കാണ് ഇതുപോലുള്ള അന്ധവിശ്വാസത്തെക്കുറിച്ച് ഒരു പാഠ്യ ക്ലാസ്സിൽ വെച്ച്, പാഠ്യ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാലവേദി കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ദാർശനികൻ അവിടെ വന്ന കുട്ടികൾക്ക്, കെ ദാമോദരൻ ഒരു പ്രത്യേകത വലിയ തത്വശാസ്ത്രത്തിൻ്റെ
വലിയ ആളാണ്. മാർക്സത്തെപ്പറ്റി വളരെ മനോഹരമായി പറയാൻ പറ്റിയ അറിവുള്ള ആളാണ്. ബംഗാളിൽ പോയി പഠിച്ച ആളാണ്, ഒക്കെയാണ്. അദ്ദേഹമാണ് പാട്ടബാക്കി നാടകം എഴുതിയ ആൾ, കെ ദാമോദരൻ. ദാമോദരൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഈ അന്ധവിശ്വാസമാണിത്, ഒരു പ്രേതവും ഒരു പിശാചും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് ആലോചിച്ച് എന്താ വഴി. അപ്പോൾ സ്വയം തീരുമാനിച്ചൊരു കാര്യം ചെയ്യുക, നമ്മളെ തങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഞാനും ചെയ്താലോ. അരയണൻ്റെ നൂല് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ശൂശൂശു ഒന്നാക്കി അതിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഒരൊറ്റ വിടൽ വീട്ടിലേക്ക് അമ്മമ്മക്ക് കെട്ടിക്കൊടുത്ത്. അമ്മമ്മക്ക് പ്രേതം പോയി. അപ്പം ഞാൻ ഉള്ളാലെ ചിരിച്ച്, ആരോടും പറഞ്ഞില്ല, അതീവ രഹസ്യമായി വെച്ച്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മക്ക് വരുമ്പോൾ എനിക്ക് 1.5 അടക്കം ലാഭമാണ്. 1.5 അരയണ നൂലിന് 1.5 ലാഭം. അന്ന് 1.5 എന്ന് പറഞ്ഞാൽ നല്ല കാശാത്. അമ്മമ്മ ചത്തപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അത് നീ എന്നോട് പറയാഞ്ഞേ. ഞാൻ പറഞ്ഞു, അമ്മേ പറഞ്ഞാൽ ഇവിടെ കുഴപ്പം, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. ഇനി ഒരു കാര്യം നീ എന്നോട് പറയാതിരിക്കരുത് എന്ന് അമ്മ പറഞ്ഞു. നമ്മൾ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലുമെല്ലാം നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. എന്നത് പറയാം, എന്നത് പറഞ്ഞുകൂടാ, എന്ന പോലെ നമ്മൾ പ്രവർത്തിച്ചുകൂടാ. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കൂടി നമ്മൾ പഠിക്കുന്ന, ആ പഠിച്ചതാണ് എൻ്റെ ജീവിതയാത്ര എനിക്ക് ഏറ്റവും വലിയ അനുഭവ പാഠം. ആ പാഠമാണ് എനിക്ക് എപ്പോഴും പ്രചോദനമായത്. അപ്പൊ സാറിന്റെ വ്യക്തിജീവിതം മാറ്റി നിർത്തി ഈ രാഷ്ട്രീയത്തിലൊക്കെ കടന്നു വരുമ്പോൾ ഈ പാർട്ടിയുടെ പിളർപ്പ് വളരെ ഒരു എന്താ പറയുക വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് സാർ ഈ ഒരു തീരുമാനം? ആ പാർട്ടിയുടെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ, പിളർപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലൊന്നും ഞാൻ നോക്കിയില്ല. പ്രധാനമായൊരു കാര്യം, ഏത് സംഘടനയും നിലനിൽക്കണമെങ്കിൽ ആ സംഘടനക്ക് ജനാധിപത്യം അനിവാര്യമാണ്. ജനാധിപത്യത്തിൽ പ്രധാനമാണ് ഭൂരിപക്ഷ തീരുമാനം ന്യൂനപക്ഷം അംഗീകരിക്കുവാൻ. എന്നാൽ 1964 പാർട്ടി ഭിന്നിക്കുന്നതിന് പ്രധാന കാരണം ഭൂരിപക്ഷ തീരുമാനങ്ങളെ എതിർത്ത 32 പേർ ഇറങ്ങിപ്പോയതാണ്. അതാണ് CPM ഉണ്ടായത്. അപ്പോൾ അതിന് പ്രിൻസിപ്പളിനെ ഞാൻ എതിർക്കുന്നു. മറ്റ് കാര്യങ്ങൾ പാർട്ടിക്കകത്തിന് പലപ്പോഴും ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. അന്ന് 2 നയങ്ങളാണല്ലോ, സോവിയറ്റിൻ്റെ നയം വേണോ ചൈനീസ് നയം വേണോ എന്നല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടം, നമ്മൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയമുണ്ടല്ലോ. ഇപ്പം ഞാൻ ചോദിക്കുക, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ക്യൂബ വന്നല്ലോ. ക്യൂബ 1959 വന്നത്. 59 വിപ്ലവം നടന്നത്. വിപ്ലവം നടന്നപ്പോൾ ആ രാജ്യം ആലോചിച്ച് ഏത് വഴി സ്വീകരിക്കണം. അപ്പം കാസ്ട്രോ അവിടുത്തെ പാർട്ടിക്കാരെല്ലാം വിളിച്ച്, ഏത് വിപ്ലവം നടത്തിയ പാർട്ടിക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. അവരോട് പറഞ്ഞ് നമുക്ക് ഒരു മാർഗം നോക്കണമല്ലോ. അപ്പോൾ കാസ്ട്രോ പറഞ്ഞത്, ഞാൻ ലോകത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും പഠിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സോവിയറ്റ് യൂണിയനാണ്. കാരണം അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ ചൂഷണത്തിന് എതിരായ ഒരു സംവിധാനം ഉണ്ടായത് അവിടെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. 60 ക്യൂബ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു രാജ്യം ഇതുപോലെ മറ്റൊരു രാജ്യം നടത്താൻ കഴിയുമോ? ക്യൂബയിൽ വിപ്ലവം നടത്തിയ പോലെ വേറെ എവിടെയെങ്കിലും നടത്താൻ കഴിയുമോ? ക്യൂബൻ വിപ്ലവത്തിൽ പങ്കെടുത്ത 18 ആളുകളാണ്. 18 ആളുകൾ ഒളിപ്പോരാളികൾ. ഈ ബൊളീവിയൻ കാർഡുകൾ, വിപ്ലവകാരികൾ പട്ടാളത്തെ വെടിവെച്ച് കൊല്ലോണ്ടിരിക്കുന്നു. ആ വെടിവെച്ച് വന്നുകൊണ്ടിരിക്കും. അവസരത്തിലാണ് നമ്മളെ ചേഗുവരൻ്റെ ഒരു കുറിപ്പ് അയക്ക് കാസ്ട്രോ, നിങ്ങളുടെ വിപ്ലവം വിജയിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്താ, ഇന്നത്തെ രീതി മാറ്റണം. നിങ്ങൾ 18 പേർ കൂടിയിട്ട് 85,000 പട്ടാളക്കാരെ കൊന്നൊടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ കൊന്നൊടുക്കുന്ന പട്ടാളക്കാർ അവരെല്ലാം ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർ മരിക്കുമ്പോൾ ആ നാട്ടിലെ ഭരണാധികാരികൾ പറയുന്നത് എന്താ, ഇവർ വെടിവെച്ചു വന്നാരാ? ഇവിടെ കാട്ടിൽ പോയി നമ്മളെ രാജ്യത്തിനെതിരായി പോരാടുന്ന ആളുകളുണ്ട്. അവർ നാട്ടിനാപത്താണ്. ഇത് പ്രചരിപ്പിക്കും. അതിന് നിങ്ങളെന്ത് വേണം? നിങ്ങൾ പ്രാദേശികമായി പ്രസ്ഥാനത്തെ
വിപുലീകരിക്കണം. അവരോട് പറയണം, അവർ പോയി പോരാടുന്ന നമുക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തണം. അത് ക്യൂബയോട് പറഞ്ഞു. അപ്പോൾ 6 മാസക്കാലം അതിനൊരു അടിത്തറ സൃഷ്ടിച്ചതിന് ശേഷമാണ് ക്യൂബയിൽ വിപ്ലവം നടത്തിയത്. 18 പേരാ, 18 പേര് 85,000 പട്ടാളക്കാരോട് പോരാടി. എന്നിട്ടാണ് ക്യൂബയിൽ വിപ്ലവം നടക്കുന്നത്. ആ വിപ്ലവത്തിൽ കൂടി ഭരണാധികാരത്തിൽ വന്ന് കാസ്ട്രോ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഈ സന്ദർഭമായതുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ക്യൂബ എന്ന രാജ്യം, അതുപോലെ വിയറ്റ്നാം പിന്നെ വന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ ആദ്യം വന്നൊരു രാജ്യം. അപ്പോൾ സോവിയറ്റ് യൂണിയൻ വേണോ, ചൈനീസ് മാർഗം വേണോ? ചൈന പിന്നെ വന്ന മാർഗ്ഗമാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ മാർഗം എന്ത് വേണം എന്ന ചർച്ചയുണ്ടായത്. ആ ചർച്ച മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്യുതമേനോൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പാർട്ടി കോൺഗ്രസ്സിന് പോയാൽ ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ ചർച്ച എന്താ, ഏത് മാർഗം വേണമെന്നാണ്. ഇന്ത്യൻ മാർഗത്തെക്കുറിച്ച് ചർച്ചയില്ല, ഇന്ത്യൻ മാർഗമില്ലേ, അതിനെക്കുറിച്ച് ചർച്ചയില്ല. കാരണം ഈ ആളുകൾ മുഴുവൻ മാർക്സം പഠിച്ച പല ആളുകളും തരണ ഈ മാർക്സം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം നോക്കിയിട്ട് നമുക്ക് ഈ രാജ്യത്ത് അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്യന്തികമായി മാർക്സം ലെനിനിസം എന്ന് പറയുന്ന അടിസ്ഥാന നയങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഭരണാധികാരത്തിൽ വരുമ്പോഴോ 57 കേരളത്തിൽ അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, EMS മുഖ്യമന്ത്രി. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എന്താ, നമ്മൾ കമ്മ്യൂണിസം നടപ്പിലാക്കാനിട വന്ന് കമ്മ്യൂണിസം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ? ഇന്ത്യ ഭരിക്കുന്ന ബൂർഷ്വാസിയാണ്, കോൺഗ്രസ്സാണ് രാജ്യം ഭരിക്കുന്നത്. കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പം നമുക്ക് അധികാരം കിട്ടിയാൽ ഈ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അത് 57 ആദ്യത്തെ തീരുമാനമാണ്. എന്താ, വാരം പാട്ടം നിർത്തലാക്കി കുടിയൊഴിപ്പിക്കൽ തടഞ്ഞു. പാവപ്പെട്ട മനുഷ്യനെ ദിവസേന ചവിട്ടി പുറത്താക്കുക. ആര്? ജന്മിമാർ. ജന്മിത്വത്തിൻ്റെതായ പോരാട്ടം. അതാണല്ലോ കയ്യൂർ സഖാക്കൾ 4 പേരെ തൂക്കിക്കൊന്നത്, ജന്മിമാർക്കെതിരായി പോരാടിയ. ആ ജന്മിമാർക്കെതിരായുള്ള പോരാട്ടത്തിൽ കൂടി നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ല, ജന്മിത്വം അവസാനിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലേ. ആ ജന്മിത്വം അവസാനിപ്പിച്ച് നമ്മളെ നാട്ടിലെ മനുഷ്യന് മാനമായി ജീവിക്കാൻ അവസരമുണ്ടായി. മറ്റ് ജന്മി എൻ്റെ നാട്ടിൽ വടക്കേ മലബാറിൽ, അവിടെയാണ് വളപട്ടണം പൊടിയുടെ തീരത്ത്, അവിടെ ഒരു വലിയൊരു മരമുണ്ടായിരുന്നു, വലിയ പഴയ കാലത്തൊരു മാവ്. ആ മാവിൻ്റെ മേലൊരു കയറുണ്ട്, കൊലക്കയർ. അതാരതാണെന്നറിയോ? കരക്കാട്ടിടം നായനാരെന്ന് പറയുന്ന ജമ്മീൻ്റെ കുലക്കയറാണ്. അവിടെ കരക്കാട്ടിടം നായനാർ, കൂടാളി യശമാനൻ, വേങ്ങയിൽ നായനന്മാർ, ഈ പ്രധാനപ്പെട്ട ആളുകൾ കൂടി ആ നാട് ഭരിക്കുകയായിരുന്നു. പാവപ്പെട്ടവനെന്താ രക്ഷ? അവനെതിരായി ആദ്യമായി എതിർത്ത് പറയാൻ വേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യമായി എതിർക്കാൻ തുടങ്ങിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളില്ലേ അവർക്ക്? ആ കമ്മ്യൂണിസ്റ്റുകാർ ജമ്മിമാർ എന്ന് പറഞ്ഞ് ഇല്ലാതാക്കി. ആ ജമ്മിമാരുടെ കൂടെ കൂടി ആശ്രിതന്മാരായി നിന്ന ആളുകളാണ് പിന്നീട് പലപ്പോഴും കോൺഗ്രസ്സുകാരായത്. അതുണ്ടായി, അവിടെ ഉണ്ടായ മാറ്റതാ. അതിൽ നിന്ന് മാറ്റം വന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ 54 മലബാർ ഡിസ്ട്രിക്റ്റ് ഇവിടെ വന്നപ്പോൾ, മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് PT ഭാസ്കര പണിക്കർ പ്രസിഡൻ്റായി. PT ഭാസ്കര പണിക്കർ പ്രസിഡൻ്റായപ്പോൾ ഒരു കാര്യം ബോധ്യമായി, മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത് ഇവിടെ കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ല. കമ്മ്യൂണിസം നടപ്പിലാക്കാൻ എന്ത് വേണം? രാജ്യം നമ്മുടെ കയ്യിൽ വേണം, ഭരണഘടന മാറ്റണം. ബൂർഷാ ഭരണഘടനയായത് ഈ ബൂർഷാ ഭരണഘടനയുടെ മാർക്സം ലെനിനിസം നടപ്പിൽ വരുന്നത്. അങ്ങനെ ചില ആളുകൾ, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ചില ആളുകൾ ഇതൊക്കെ പറയുന്നൊരു അർത്ഥമൊന്നുമില്ല. ഇവിടെ ഭരണം മാറി വരും. ആ മാറി വരും ഭരണം ഉപയോഗിച്ച് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മളെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവനെ സഹായിക്കാൻ എന്താ വഴിയെന്ന് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ല. ഞാൻ ചോദിച്ചു, കൃഷ്ണപ്പിള്ള പോരാടിയത് അയാൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. EMS പോരാടിയത് അദ്ദേഹത്തിന് വേണ്ടിയാണോ? EMS ഉൾപ്പെടെയുള്ള 20 ചെറുപ്പക്കാർ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോടാതിൻ്റെ സമാജം എന്ന് പറഞ്ഞിട്ട് വന്നതാ നമ്പൂതിരി സഭയിൽ നിന്ന്. പൂണൂല് പൊട്ടിച്ചെറിഞ്ഞിട്ട് അന്ന് എത്ര വിപ്ലവമാണ്. നമ്പൂതിരിമാരെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ പ്രമാണിമാരല്ലേ, അവർക്കെതിരായി വിപ്ലവം നടത്തി വന്ന EMS. ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണോ EMS ഇവിടെ നല്ല അവസാനം അന്ത്യശ്വാസം വലിച്ചത്? EMSന് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു സ്വത്തുണ്ടോ EMSൻ്റെ പേരിലില്ലല്ലോ. ഉള്ളതെല്ലാം പാർട്ടിക്ക് വേണ്ടി കൊടുത്തതല്ലേ.
ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ജീവിതം, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുക, ആ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും നോക്കുക, അതിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും നോക്കുക. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ട് ഇവിടെ വന്നത് എനിക്ക് ലാഭമുണ്ടാക്കാനല്ല. ഈ നാട്ടിൽ എന്നെക്കൊണ്ട്, എൻ്റെ സേവനം കൊണ്ട് ആർക്കും സഹായം ഉണ്ടാവുമോ? അതിൽ ഉള്ള സന്തോഷമല്ലാതെ അതിലപ്പുറം എന്താ പറയുക, എനിക്ക് വേറെ എന്താ വേണ്ടത്? സാർ, അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവസാനം നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങൾ ഉള്ള ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും ഭരണമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് പാർട്ടി ഇങ്ങനെയൊരു ഇത് ഫേസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ വന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാണ്ടായി? എന്തുകൊണ്ടായിരിക്കും? കൃത്യമായ ഒരു നേതൃത്വഗുണം ഇല്ലാത്തത് കൊണ്ടാണ്? എന്താണ് സംഭവിച്ചത് പാർട്ടിക്ക്? അത് കുറച്ചുകൂടി വിശാലമായി നമ്മൾ ആലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്ത് എവിടെയെങ്കിലും വളർന്നു വരുന്നതിന് എന്നും സൂക്ഷ്മതയോടെ നോക്കി അവരെ തകർക്കാൻ നിൽക്കുന്നവരാ ബൂർഷാസി. ആ ബൂർഷാ പാർട്ടികളാണ് കോൺഗ്രസ്, ബൂർഷാ പാർട്ടികളാണ് ഇവിടുത്തെ പ്രാദേശിക പാർട്ടികളെല്ലാം അത് തന്നെ, BJP. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ വളർന്നു വന്നോടാ. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വളർന്നു വന്നുകൂടാന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ തെറ്റ് കണ്ട അപ്പം എതിർക്കും. കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിമാരെ കൂടെ നിൽക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ കുബേരന്മാരെ സഹായിക്കാനല്ല, പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി നിങ്ങൾ നോക്ക്. എത്ര മനുഷ്യരായി ഇപ്പം നാട്ടിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. ഇപ്പം BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നത് അവർ ഒരു എന്താ പഴയ കാലത്തെ ഫാസിസ്റ്റ് രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാം. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത്. കാരണം RSS ആണ് അവർ ബേസ്, BJP. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി എന്നല്ലാതെ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യാമെന്നുള്ളതല്ല. ഞാനിപ്പോൾ പറയാം, 47 സ്വാതന്ത്ര്യം കിട്ടി. ആദ്യം നെഹ്റുവിൻ്റെ ഗവൺമെൻറ് വന്നു. നെഹ്റു പുരോഗമനമായി ചിന്തിച്ചു. നെഹ്റുവിൻ്റെ ഗവൺമെൻറ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ നെഹ്റുവിനെ ഒരുപാട് സഹായിച്ചു, നമ്മളൊക്കെ സഹായിച്ചു. എന്താ കാരണം? നമ്മളെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാനാ. ആ മാറ്റമുണ്ടാകുന്നതിന് കുറേ പ്രേരകമായ രീതിയിൽ കുറേ കാര്യങ്ങൾ നടന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ വന്നപ്പം ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ സഞ്ജയ് ഗാന്ധി 5 പരിപാടി കൊണ്ടുവന്നു. മരം വെച്ച് പിടിപ്പിക്കൽ, വഴിയരികിൽ പാത്രത്തിൽ വെള്ളം വെക്കൽ, പിന്നെ കുടുംബാസൂത്രണം, ഇതൊക്കെയല്ലേ പരിപാടി ഉണ്ടെന്നേ. പിന്നെ നഗരം മോടി പിടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യൻ്റെ കുടിലെല്ലാം അടിച്ചു പൊളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് വലിയ വലിയ കെട്ടിടം പണിയൽ, ഇതല്ലേ ഉണ്ടാക്കിയേ. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ അവൻ്റെ അജണ്ടയിലില്ല. അവനുണ്ട്. എന്തിനാണെന്നറിയാം? പാവപ്പെട്ടവൻ അവൻ്റെ കാര്യം നടത്തി വരാനുള്ള ഏർപ്പാട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജാതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഉന്നത കുലജാതരുടെ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി വിഭാഗങ്ങൾ ഉൾപ്പെടെ ബ്രാഹ്മണ വിഭാഗം, അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ വേണം. അവരുണ്ടാക്കിയ ഏർപ്പാടാണ് ഈ ജാതി എന്ന് പറയുന്നത്. അവന് മുടി നീട്ടി വളർത്തിയാൽ മുടി മുറിക്കാൻ ബാർബർ വേണം, മുടി മുറിക്കുന്ന ആൾ വേണം. അവനാ ബാർബർ സമുദായമുണ്ടായത്, ഖാദിയൻ. അവൻ രാത്രി ഭക്ഷണം കഴിച്ചാൽ രാവിലെ പുറത്തു പോകും. ആ പുറത്തു പോകുന്ന മലം എടുക്കണം. അതിനു വേണ്ടി തോട്ടി ഉണ്ടായത്. തോട്ടീന നിങ്ങൾ കണ്ടുവെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ട ആ തോട്ടീന. തലയിൽ ഇതും മലവും ചുമന്നിട്ട് പോകുമ്പോൾ അവൻ്റെ ശരീരത്തിലൊക്കെ ഇങ്ങനെ മലവും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടാവും. തോട്ടി സമുദായം ഉണ്ടായി. ഈ സമുദായങ്ങളെല്ലാം ഉണ്ടായത് സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ അടിമകളാക്കി വെക്കാനാണ്. അതിനവർ പറഞ്ഞ കാര്യമുണ്ട്, ഇതെല്ലാം ദൈവഹിതമാണെന്നാണ്. കാരണം സമ്പന്നരായ ആളുകളെ സഹായിക്കാൻ ദൈവം പറഞ്ഞു വെച്ചാൽ ഇവരെ എന്താ ജോലിയോ? അവന് പോയി ആശ്രിത പണിയെടുത്ത് കൊടുത്താൽ കൂലി ചോദിക്കാൻ പറ്റുമോ? ഇല്ല, കൊടുത്ത് വാങ്ങിക്കൊള്ളുക. ഇതായിരുന്നില്ലേ പഴയ കാലത്തെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെല്ലാം ഇവിടെ അനുഭവിച്ചത്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ ശ്രീനാരായണ ഗുരു കൃത്യമായി എഴുതി വെച്ചതാണ് ഈ ജാതി എന്ന് പറയുന്നത്. സമ്പന്ന സമുദായത്തിന് അവർക്ക് പാവപ്പെട്ടവനും ചൂഷണം ചെയ്യാനുള്ള വഴിയാണ്. ശരിയല്ലേ? അതാണ് ഉണ്ടായത്. അപ്പം അതുപോലെ
ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ബൂർഷാ പാർട്ടിയും എല്ലാം പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിലുള്ള എന്തുണ്ട് അത് പിടിച്ചു പറിക്കാനാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഇപ്പം പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ വളർന്നു വന്നിരിക്കുന്നു, ലോകം വളർന്നിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്നാലിപ്പോൾ ഉപ്പ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനാ? പണ്ടേ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പുതിയ പുതിയ വിപ്ലവം നടക്കും. ആ വിപ്ലവത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനാണ് ബൂർഷ്വാസ് ശ്രമിക്കുക. അവൻ്റേതാക്കി മാറ്റാനാണ്, അല്ലേ? ആണല്ലോ. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി കാണണ്ട, നമ്മൾ വളരെ ശ്രമിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുകൊണ്ടുകൊണ്ട് നമ്മൾ തീർന്നതെന്ന് ധരിക്കുമൊന്നും വേണ്ട. തെരഞ്ഞെടുപ്പിൽ തോക്കാറുണ്ട്. അറിയോ, തെരഞ്ഞെടുപ്പിൽ നേരത്തെ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് പറഞ്ഞല്ലോ, 28 മാസം കൊണ്ട് ആ ഗവൺമെൻറ് പിരിച്ചുവിട്ടല്ലോ. ആരെല്ലാം പിരിച്ചുവിട്ടതിന് കാരണക്കാരാരൊക്കെയാണ്? ഒന്ന് വാരം പാട്ടം നിർത്തലാക്കിയ പിന്നെ ജമ്മിൻ്റെ ആശ്രയന്മാരും ജമ്മിമാരും. മറ്റൊന്നെന്താ, സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കില്ല, എന്തെങ്കിലും കയ്യിൽ കൊടുക്കും. ആ സ്കൂളുകളുടെ അധികാരം ഗവൺമെൻറ് കയ്യിൽ കൂടി വന്ന് ഈ നാട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ബോധ്യമായി. ഇപ്പോൾ പള്ളികൾ, ഇതുപോലെ ആളുകൾ, ഇവരെല്ലാവരും ചൂഷക വർഗമെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ സമരം നടത്തി. ഓർമ്മയില്ലേ? അതാണ് 57 ഗവൺമെൻറ് പോയി 60 ഗവൺമെൻറ് വന്നത്. 60 ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ പുതിയ അടവ് നയം സ്വീകരിച്ച്. എന്താ അടവ് നയം? കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം പോരാ, നമ്മളെ സഹായിക്കുന്ന പാർട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ്. അങ്ങനെയാണ് 67 വന്ന കേരളത്തിൽ വന്ന സപ്തകക്ഷി മുന്നണി. ഓർമ്മയില്ലേ? അപ്പോൾ നമ്മൾ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകണം. അത് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാ. അതുകൊണ്ട് ഇപ്പം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു, 102 സീറ്റ് അപ്പുറം പോയി, നമുക്ക് 35 പോയി. ആ 35 പോയതുകൊണ്ട് നമ്മൾ വളരെ പിറകിലായിപ്പോയല്ലോ. ഇനി നമ്മളിവിടെയാണ് കര കാണാ കടലിലാണ് നമ്മളുള്ളത്? അല്ല, നമുക്കറിയാം കടലിൻ്റെ ആഴം എത്രയാണെന്നറിയാം. ആ കടലിനൊക്കെ എവിടെയെല്ലാം ചതിക്കുഴി ഉണ്ടെന്നറിയാം. ആ ചതിക്കുഴി മാറ്റാൻ എന്താ വഴിയെന്നറിയാം. അതിനുള്ള മാർഗം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, അവൻ്റെ പൊതു താല്പര്യത്തിലൂടെ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അതിൽ നിന്ന് മാറാതെ മുന്നോട്ട് പോകുന്ന കാര്യം തർക്കമേ വേണ്ട. തീർച്ചയായും പൂർണ്ണ ശക്തിയോടെ എന്നാണ് സാറ് പറയുന്നത്. സാർ എപ്പോഴെങ്കിലും CPIക്ക് CPM തിരുത്തേണ്ടതായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആശയങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 2 പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവല്ലോ, ഉറപ്പല്ലേ? രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടിയായ പോരെ? 2 പാർട്ടിയായിട്ട് നിൽക്കുക. പക്ഷെ ആത്യന്തികമായ 2 പാർട്ടികളും ഒരു ഭാഗത്താണ്. എന്താ? ചൂഷണ നിഷേധം, മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള പോരാട്ടം. ഈ മാതിരി കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അത്ര കാര്യമായി എടുക്കണ്ട. മുഖ്യ ശത്രുവിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം, അപ്പുറം ഇപ്പുറവും പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. 2 പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമില്ലേ? അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഇവരെങ്ങനെ തീർന്നു പോവില്ല. തീരാൻ വേണ്ടിയുള്ളവരല്ല, ഇവിടെ സ്ഥായിയായി നിൽക്കാൻ വേണ്ടിയുള്ളവരാ. തകരുമ്പം അതോടെ എല്ലാം തീർന്നെന്ന് ധരിക്കുന്ന ആളുകളല്ല, നമ്മളെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ കാണുന്ന സംഭവങ്ങളെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടും അനീതിക്കെതിരായി കൃത്യമായി നിലപാടെടുത്തുകൊണ്ടും ജനങ്ങളെ സംയോജിപ്പിച്ച് നിർത്തി നമ്മൾ മുന്നോട്ട് പോകും. അതിന് നമുക്ക് കഴിയും. കാരണം ഇനി ജനങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല. കേരളം എന്താ സ്ഥിതി? ഇപ്പോൾ നമ്മൾ മാറി വന്നല്ലോ. ഈ വന്ന ഗവൺമെൻറ് പറയുന്നത് എന്താ? ഇവിടെ ഈ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന അവൻ്റെ ധാരണ എന്താ? ഈ കേരളത്തിൽ എല്ലാവരും കൂടി മാനമായി ജീവിക്കുന്ന PM ശ്രീ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ പോവാ. എന്താ PM ശ്രീ? കുട്ടികളെ പഠിപ്പിക്കാൻ പോവാ. എന്താ? RSSൻ്റെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദുത്വ വൽക്കരണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടാൻ പോവുക. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇതുവരെയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പല്ലേ, ഇതുവരെയായിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ ലഹളകൾ ഉണ്ടായില്ലല്ലോ.
എല്ലാ മനുഷ്യനും മാനമായി ജീവിക്കാൻ കഴിയുന്നൊരു സ്ഥിതിയില്ലേ കേരളത്തിൽ? ആ സ്ഥിതിയിൽ നിലനിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയും RSSും രണ്ടു കൂട്ടർ എന്തിനാണ് ശ്രമിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരനെ ഇല്ലാതാക്കാനാ. നിങ്ങൾ ധരിക്കണ്ട, ജമാഅത്ത് ഇസ്ലാമിയും RSSും രണ്ടു കൂട്ടരും തുല്യമാണ്. എന്തുകൊണ്ട്? നമ്മളെ ശത്രുവാരാ? നമ്മളെ ശത്രു വർഗീയതയാണ്. നമ്മുടെ ശത്രു അതിൽ RSS ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. എന്നാൽ BJPയുടെ ശത്രു ആരാ? BJPൻ്റെ ശത്രു ഒന്ന് ക്രിസ്ത്യാനി, മറ്റത് മുസ്ലിം, 3 കമ്മ്യൂണിസ്റ്റുകാർ. ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരെ ശത്രു. വേറൊരു രാഷ്ട്രീയ പാർട്ടിയും BJPൻ്റെ ശത്രുവാകുന്നില്ലല്ലോ, RSSൻ്റെ ഇല്ലല്ലോ. കോൺഗ്രസ് അവർക്ക് മിത്രമല്ലേ, ശത്രുവല്ലല്ലോ. എവിടെയാണ് കോൺഗ്രസ്? ശത്രുവാണോ അവർക്ക്? അല്ല. അതുകൊണ്ട് കോൺഗ്രസ്സിന് ആവശ്യമായ സഹായമൊക്കെ അവർ ചെയ്തു കൊടുക്കും. ഇത് നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ന്യായമായ വിഹിതം കിട്ടാൻ വേണ്ടി, കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഇവിടുത്തെ 19 കോൺഗ്രസ് MP-മാർ പാർലമെൻറ്റിലുണ്ട്. ഒരു ശബ്ദം വേണ്ടി അവർ നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് വേണ്ടിയല്ലേ? ഒരു ശബ്ദം വേണ്ടിയില്ലല്ലോ. ഞാൻ പാർലമെൻറ്റിലുള്ളപ്പോൾ 2005 ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് സേലം ഡിവിഷൻ വന്ന് അതിനെതിരായി നമ്മൾ സമരം നടത്തിയ പാർലമെൻറ്റിൽ നമ്മൾ പാർലമെൻറ്റ് എല്ലാ ഇടതുപക്ഷ MP-മാരും ഒരുമിച്ച് സമരം നടത്തി. കോൺഗ്രസ്സുകാരും വന്നില്ല. ശ്രീമാൻ AK ആന്റണിയോട് നമ്മൾ പറഞ്ഞല്ല, നിങ്ങൾ വരുന്നില്ല. നമ്മൾ അവിടെ പറഞ്ഞോളാം. എന്താ അവിടെ പറയാൻ? ഒരു സമരത്തിനും വന്നില്ല. അവർക്ക് സമരവും പ്രക്ഷോഭവും ഒന്നും വേണ്ട. അവർക്ക് എങ്ങനെയെങ്കിലും മാറി അവർ ഭരണം വേണം എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ മാതിരി, ഭരണമില്ല, നമുക്ക് ഇടുന്ന പൈസ അത് നമുക്ക് നടക്കണ്ടേ, ഭരണം വേണമെന്നാ. നമ്മളങ്ങനെയല്ല. പണത്തിന് വേണ്ടി ഭരിക്കുകയല്ല, ധനമുണ്ടാക്കാൻ പൈസയുണ്ട്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഭരിക്കുന്നതല്ല. നമ്മൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ, അവൻ്റെ ജീവിത ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി നടത്തുന്ന സമരമാണ്. അതിന് നമ്മൾ സ്വയം ബലി കൊടുക്കുക, നമ്മുടെ ജീവിതം ബലി കൊടുക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സർ, അപ്പം ഇപ്പൊ 10 വർഷത്തെ ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തെ നയിക്കുന്നവരെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് സാറിന്റെ വീക്ഷണത്തില്? എങ്ങനെ നയിക്കുന്നവര്? രാജ്യം ഭരിക്കുന്നത് BJP സർക്കാരാണ്. പുതിയല്ലേ? പുതിയ ഗവൺമെന്റ് അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് ആണോ? കേന്ദ്ര ഗവൺമെന്റിന് ഒരു പോളിസി ഉണ്ടപ്പോൾ അത് ക്ലിയർ അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് സമ്പന്ന വർഗത്തിന് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പോളിസിയാണ് അവൻ്റെത്. സമ്പന്ന വർഗങ്ങൾക്ക് ആ പോളിസിക്ക് അനുകൂലമായ അവരുണ്ടാക്കുന്നില്ല. ഞാൻ ചോദിക്കുക, നമ്മളെ ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഒരു രാജ്യത്ത്, ഇന്ത്യൻ ജനാധിപത്യ റിപ്പബ്ലിക്കാണല്ലോ, ഇവിടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവും അങ്ങനെയാണ്. സംസ്ഥാനങ്ങൾ പ്രത്യേക പാർട്ടികൾ ഭരിക്കും, കേന്ദ്രത്തിൽ വേറെ പാർട്ടി ഭരിക്കും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് പല കാര്യങ്ങളും സഹായിക്കേണ്ടതുണ്ട് കേന്ദ്രം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്തായിരുന്നു നമ്മളോട്? ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്. അപ്പം BJP എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അവൻ്റെ ഒരു ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാനാണ്. ഇപ്പം ഞാൻ ചോദിക്കും, ഇന്നലെ അവരുടെ കണ്ടല്ലോ നിങ്ങൾ BJPക്കാർ കോൺഗ്രസ്സുകാർ നേരെ BJP പോയില്ലേ? രാജ്യസഭാ MP സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ BJPക്ക് പോയില്ലേ? എത്ര പേരാണ് BJPക്ക് പോകുന്നത്? അവർ പർച്ചേസ് ചെയ്യുക ആളുകളാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പർച്ചേസിങ് രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. അതാരെയും പർച്ചേസ് ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ അങ്ങനെ ദൗർബല്യമുള്ള ആരെങ്കിലും അവരെയും പർച്ചേസ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആടിക്കളിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആടിക്കളിക്കുന്ന മനുഷ്യരെ നോക്കി പർച്ചേസ് ചെയ്യാൻ. ആ പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? എന്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്? അധികാരം അവൻ ഉറപ്പിക്കാൻ. അവൻ രാജ്യത്ത് ചെയ്യുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ, ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിനെ കൊള്ളയടിക്കാൻ. ആരെ ഇവിടെ പ്രധാനം? അദാനിയല്ലേ? അദാനിയെപ്പോലുള്ള വമ്പന്മാരല്ലേ? അവരെന്തിനു വേണ്ടി അവരിങ്ങനെ നിൽക്കുന്നത്? ഈ കോടാനുകൂടിലും അവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി. അമേരിക്കയിൽ കാണുന്ന ട്രംപും ഇവരും തമ്മിലെന്താ നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം? ട്രംപിനോട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഉണ്ടോ? ലോകത്തിലാകമാനമുള്ള ജനങ്ങൾ ഈ ട്രംപിനെതിരായി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മുണ്ടാട്ടുമില്ലല്ലോ. ഐക്യരാഷ്ട്രസഭയിൽ നേരത്തെ ഇന്ത്യയുടെ പ്രതിനിധി പോയി സംസാരിക്കാൻ തുടങ്ങിയാൽ ലോകരാജ്യങ്ങളെല്ലാം
കേട്ടിട്ട് പറയും അവർ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. BK കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ പ്രസംഗിച്ചത് മലയാളി ഐക്യരാഷ്ട്രസഭയിൽ. ഇന്ത്യൻ ശബ്ദം അവിടെ തുടങ്ങിയാൽ പിന്നെ അവിടെ സൂചി വീണാൽ ശബ്ദം പുറത്ത് വെക്കും. അതായിരുന്നു നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ട്രംപിനെ പറഞ്ഞ് നിർത്തട അവിടെ എന്ന് പറയാൻ ചങ്കൂറ്റുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ ലോകത്തിലെ ഫുട്ബോൾ കളിക്കാരുടെ സംഘടനയുണ്ട് ഫിഫ. ആ ഫിഫയോട് ട്രംപ് പറഞ്ഞ് ഇറാനെ ലോക ഫുട്ബോൾ മത്സരത്തിൽ ഉൾക്കൊള്ളിക്കണം, അല്ല ഇറാനെ ഉൾക്കൊള്ളിക്കരുത്, ഇറ്റലിയെ ഉൾക്കൊള്ളിക്കണം, ഇറാനെ പുറത്താക്കണം. എന്താ ഫിഫ പറഞ്ഞെന്നറിയാം? നോ, ഒറ്റ വാക്കാണ്. ട്രംപിനോട് നോ പറയാൻ വേണ്ടി കഴിവുള്ള ഒരു പ്രസ്ഥാനം ലോകത്തിലെ മനുഷ്യർ യോജിച്ച് നിൽക്കുന്ന ഫിഫ എന്ന് പറയുന്ന ഫുട്ബോൾ പ്രസ്ഥാനം. അവിടെ രാഷ്ട്രീയമില്ല. അതാണ് ലെനിൻ പറഞ്ഞത്. ലെന്നല്ല, മാർക്സ്. ലെന്നേക്കാൾ മുമ്പേ മാർക്സ് പറഞ്ഞത് ഫുട്ബോൾ എന്ന് പറയുന്നത് മനുഷ്യന് ജീവിതത്തിൽ ഒരു സമത്വം കൊണ്ടുവരാനുള്ള ഒരു പ്രസ്ഥാനമാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിൽ വർണ്ണവിവേചനമില്ല, വലിപ്പച്ചെറുപ്പമില്ല, വേറെ ഒരു വ്യത്യാസമില്ല. അവരെല്ലാവരും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് കളിക്കുന്നു. കഴിഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാവരും ഒരുമിച്ച് പോകുന്നു. മനുഷ്യ സമത്വമാണ് ലോകത്തിന് അനിവാര്യമെന്ന് ലോകത്തോട് ആദ്യം വിളിച്ച് പറഞ്ഞ ആളാണ് മാർക്സ്. ആ മാർക്സിൻ്റെ ഐഡിയോളജി ലോകത്തിൽ നടപ്പിലാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രചോദനം കൂടിയാണ് ഇത് എന്ന് സാന്ദർഭികമായി പറയട്ടെ. ഫിഫയുടെ ആ വാക്ക് ട്രംപ് ചൂളിപ്പോയില്ലേ? അതും അമേരിക്കയിലാണ് ഫുട്ബോൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റാണ് കത്തെഴുതി കൊടുത്തത് ഇറാനെ ഒഴിവാക്കി ഇറ്റലിയെ കയറ്റണം. ഇറ്റലി തോറ്റ് വെക്കുന്ന ടീമാണ്. ഫിഫ നിയമം അനുസരിച്ച് മാത്രം നടപ്പിലാക്കാൻ കഴിയൂ. അവർ പറഞ്ഞു നോ. പിന്നെ അയാൾ മിണ്ടിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇവനെയൊക്കെ നേരിടാൻ പറ്റിയ പ്രസ്ഥാനം ലോകത്ത് വളർന്നു വരും. ആ വളർന്നു വരേണ്ട വഴിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കാസ്ട്രോ പറഞ്ഞത് ലോകത്തിലെ മനുഷ്യരെ യോജിപ്പിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായി എന്നെ വളർത്തിയെടുത്തത് സാക്ഷാൽ ഫിഡൽ കാസ്ട്രോ. കാസ്ട്രോ പറഞ്ഞ് നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ ലോക ഫുട്ബോളിൽ അധികായനായ ഒരാളാണ്. ആരാന്നറിയോ? ഇല്ല, ഡീഗോ മറഡോണ. ദൈവത്തിൻ്റെ കയ്യും ആയിട്ട് ഗോളടിച്ച മറഡോണ മയക്കുമരുന്നിൻ്റെ ആസക്തിയിൽ ഇയാൾ വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ മനുഷ്യനായി തിരിച്ചു കൊണ്ടുവന്നത് കാസ്ട്രോ ആയിരുന്നു. എന്നിട്ട് ലോകത്തിൽ ആകമാനം മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ആളെ ഉപയോഗിച്ചു. അയാൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അയാൾ പറഞ്ഞു എന്നെ മനുഷ്യസ്നേഹിയാക്കിയത് കാസ്ട്രോ ആണ്. അപ്പോൾ മനുഷ്യസ്നേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. ആ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ വഴി മാത്രമാണിത്. ആ വഴിയിൽ നമ്മൾ പരാജയം കൊണ്ട് നമ്മളതോടെ തീർന്നു പോവില്ല. ബുദ്ധിജീവികൾ ചിലരൊക്കെ പറയുന്ന മാതിരി ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണക്ക് ശാസ്ത്രത്തിലെ ബുദ്ധിയല്ല, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടത് ആ ബുദ്ധി എന്ന കാര്യം അവർ മറന്നുപോയി. ഇവിടെ മറക്കണ്ട, നമ്മൾ തിരിച്ചു വരും. ഞാൻ പറഞ്ഞ പോലെ 1957 നമ്മൾ അധികാരത്തിൽ വന്ന് 60 നമ്മളെ പിരിച്ചുവിട്ട് 67 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിറകോട്ട് പോയി. ആ പോയപ്പോൾ പറഞ്ഞു ഇനി തീർന്നിരിക്കുന്ന കമ്മ്യൂണിസം. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു വന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന കാര്യം മറക്കരുത് എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. സാർ, അപ്പോൾ സാർ വലിയൊരു ഫുട്ബോൾ ആരാധകനും ഫുട്ബോൾ കളിക്കാരനുമാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു കായിക മേഖലയോട്ട് നോക്കുമ്പോൾ സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഫുട്ബോൾ ജീവിതത്തിലുള്ള? ഫുട്ബോൾ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധാരണയുണ്ട് ഫുട്ബോളിനെ കുറിച്ച്. ഇപ്പോൾ പലരും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ കണ്ടുപിടിച്ചത് ഇവിടെ പിന്നെ ഇംഗ്ലണ്ടിൽ വെച്ചാണ്. തെറ്റാത് കേട്ടോ. ഫുട്ബോൾ എന്ന് പറയുന്ന കളി കണ്ടുപിടിച്ചത് ചൈനയിലാണ്. 3000 വർഷം മുമ്പാണ് ചൈനയിൽ കണ്ടുപിടിച്ചത്. അന്ന് അതിൻ്റെ പേര് സൂ ചൂ എന്നാണ്. സൂ ചൂ എന്ന് പറഞ്ഞാൽ പന്തും കാലുമാണ്. അത് കുറച്ചുകൂടി നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം എൻ്റെ പേര് മാറ്റി ടിഷ് ക്യൂ എന്നാക്കി. അതും പന്തും കാലുമാണ്. ആ ഫുട്ബോള് 3000 വർഷം മുമ്പ് കണ്ടുപിടിച്ചതാണ്. അത് ചൈനയിൽ നിന്ന് കടന്നു വന്ന് പിന്നെ ഏഷ്യയിൽ വന്ന് ജപ്പാനിൽ വന്ന് ജപ്പാനിൽ പിന്നെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും വന്ന് എന്നാൽ 2500 വർഷത്തിന് ശേഷമാണ്
ഇംഗ്ലണ്ടിൽ വരുന്നത്. ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം ഇംഗ്ലണ്ടിൽ രാജാവ് അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ ആളെ തീരുമാനിച്ച് ആ നിയമങ്ങളായി വന്ന് ഫിഫ എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് അതിന് ശേഷമാണ്. ഇപ്പം 1930 ഇപ്പോൾ നമ്മളെ വേൾഡ് കപ്പ് തുടങ്ങുന്നത്. 1903 ഇതുണ്ടാകുന്നത്. അപ്പം ലോകത്തിൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഈ കാലത്താണ്. പക്ഷേ ലോക ഫുട്ബോളിൻ്റെ തുടക്കം ചൈനയിലായിരുന്നു. ചൈനയാണ് ലോക ഫുട്ബോളിൻ്റെ രാജാവ്. പലരും ധരിക്കുന്ന ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. അങ്ങനെ ധരിക്കുന്ന കൂട്ടരുണ്ട് ജപ്പാൻകാർ. ജപ്പാനിൽ ഫുട്ബോൾ വിഗ്രഹമായി വെച്ചൊരു അമ്പലമുണ്ട്. അവിടെ മനുഷ്യന്മാർ കാണിക്കിടും, പോയിട്ട് പ്രാർത്ഥിക്കും. അമ്പലത്തിൽ വിഗ്രഹം ഫുട്ബോളാണ് ജപ്പാനിൽ. കാരണം ഒരു ദിവസം വൈകുന്നേരം 3 പേരെന്ന് പറഞ്ഞാൽ 3 രൂപം കുരങ്ങിൻ്റെ രൂപമാണ്, മുഖം മനുഷ്യൻ്റെതാണ്, തലയും. ആ മുഖത്ത് നല്ല എഴുതി വച്ചിരിക്കുന്നു, സ്വർണ്ണ വർണ്ണത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് വസന്തത്തിൻ്റെ ആഗമനം. ആ 3 പേരും കൂടി വന്ന് അവിടെ ഒരുപാട് ആൾ കൂടി ഈ 3 പ്രത്യേക മനുഷ്യരെ കണ്ടപ്പോൾ, ജന്തുക്കളെ കണ്ടപ്പോൾ എന്ന് പറയാം, കൂടി. അവരെ കൂടിയപ്പോൾ ഇവരോട് പറഞ്ഞു, ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചതാണ്, ഇത് നിങ്ങൾക്ക് തരാൻ ഒരു പന്ത്. ആ പന്താണ് കൊടുത്തത്. ആ പന്ത് ഇവർ പറഞ്ഞു, പന്ത് ഇവിടെ നിന്നല്ല, ഞാൻ മേലോട്ടെറിയാം. മേലോട്ടെറിഞ്ഞപ്പം അത് കിട്ടിയ ഒരു പൂജാരി അമ്പലത്തെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ പറയുന്നത് ദൈവം അനുഗ്രഹിച്ചെന്നൊരു പന്താണ്. ആ പന്താണ് അവിടുത്തെ വിഗ്രഹം. അവിടെ ഇപ്പം ചൈനക്കാരിപ്പം ധരിക്കുന്നത് എന്താ പറഞ്ഞാൽ, അവിടെ ഗോലാൻ കുന്നുകൾക്ക് മുകളിൽ യേശുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കൈ നീട്ടി നിൽക്കുന്നത്. ആ പ്രതിമ കണ്ടിട്ട് പിന്നെ ഇവർ നമ്മുടെ ബ്രസീലുകാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അത് ദൈവം നമ്മുടെ കളി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് ഒരു പന്ത് ഇങ്ങോട്ടടിക്കുമെന്ന് പറയാമെന്നാണ്. അപ്പോൾ ദൈവവിശ്വാസവുമായി ബന്ധമുണ്ട് ഫുട്ബോളെന്ന് ധരിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തമ്മിൽ യോജിപ്പിക്കാനൊരു വലിയ പ്രസ്ഥാനമാണ് ഫുട്ബോൾ. ആ ഫുട്ബോൾ കളിക്കുമ്പോൾ തർക്കിച്ചൊക്കെ കളിക്കും, കളി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ്. അവ തമ്മിൽ വേർതിരിവില്ല. തൽക്കാലത്തേക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആകപ്പാടെ ഫുട്ബോളിൽ ഒരു കളിക്കാരനെ വെടിവെച്ച് കൊന്നൊരു സംഭവം ഉണ്ടായത് എസ്കോബാർ എന്ന് പറയുന്നൊരു കളിക്കാരനാണ്. അവൻ ഒരു തരത്തിലും അങ്ങനെ കൊളംബിയനെ കളിക്കാരനായിരുന്നു. അവൻ നല്ല ഡിഫൻഡറായിരുന്നു. ഒരു പന്ത് കാലിൽ തട്ടി തിരിഞ്ഞു പോയി. അവനാണ് വെടികൊണ്ട് മരിക്കേണ്ട വന്നത്. അത് വെപ്പുകാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം ഒഴിച്ചാൽ മറ്റ് ഫുട്ബോളിൽ അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മന്ത്രം, മനുഷ്യരെ യോജിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം, കളികളുടെ കൂട്ടത്തിൽ ഒരു കളി എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ള കളി. ആ കളിയിൽ ഒരേ സമയത്ത് നിങ്ങൾ ലോക ഫുട്ബോളിലെ ഒരു മത്സരം കാണാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കോടാനുകൂടി കണ്ണുകൾ ഒരേ ബിന്ദുവിലാണ് വരുന്നത്. നിങ്ങളൊരു സ്ക്രീനാണെങ്കിൽ ആ സ്ക്രീനിൽ ആ കണ്ണുകൾ മുഴുവൻ നേരെ വരുന്നത്. നമുക്കറിയില്ല ഏതെല്ലാം കണ്ണുകൾ വരുന്നതെന്ന്. കോടാനുകൂടി കണ്ണുകൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കളിയുടെ സ്ഥിതി അറിയാൻ വേണ്ടി മനുഷ്യൻ്റെ നാഡിമിടിപ്പും അവൻ്റെ സ്പന്ദനങ്ങളുമെല്ലാം ഇവിടെ വരുന്നത്. അങ്ങനൊരു ഗെയിം എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പം വരുമ്പം ലോകമാകെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാത്തിരിപ്പിലാണ് ഇപ്പം നമ്മളുള്ളത്. സാർ ഇപ്പം ഫുട്ബോളിനെ പറ്റിയും ഫിഫയെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞു. അപ്പം ഈ നടക്കുന്ന വേൾഡ് കപ്പിൽ ഏത് ടീം ജയിക്കണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? നല്ല കളി കളിച്ച ടീം ജയിക്കണമല്ലോ. നന്നായി കളിച്ചാലും ചിലപ്പോൾ ജയിക്കണമെന്നില്ല. പക്ഷെ എന്നാലും നന്നായി കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് കളിയിൽ 2 കാര്യമുണ്ട്. ഒന്ന് കളിയും അതുപോലെ കളിക്കാർക്കുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇത് രണ്ടും ഒരു ഘടകമാണ്. അതുകൊണ്ട് ടീം എന്ന് പറഞ്ഞാൽ മിക്കവാറും ലോകത്തിലെല്ലാവർക്കും പക്ഷം കാണും. അങ്ങനെ ഒരു പക്ഷത്തിലാണെങ്കിൽ ഞാൻ ബ്രസീലിൻ്റെ പക്ഷമാണ്. പക്ഷേ കളി എന്താണെന്നുള്ളൊരു വന്നിട്ട് കാണാം. കാരണം മിക്കവാറും ടീമുകൾ ആദ്യ റൗണ്ടിൽ ഒരു കളി കളിച്ചേ ഉള്ളൂ. ആ കളിച്ച കളി കൊണ്ട് മാത്രം ഇപ്പോൾ തീരുമാനിക്കുന്നില്ല ടീമുകളെക്കുറിച്ച്. അതിൽ കുറച്ചുകൂടി അവരുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തി കളിച്ചൊരു രാജ്യം അർജൻറ്റീനയാണ്. അർജൻറ്റീന 3 ഗോളിന് ജയിച്ച് മെസ്സി 3 ഗോളടിച്ച് ഹാട്രിക് നേടി. അതൊരു വലിയ കാര്യം. 2 പോയിൻ്റ് അവർക്ക് കിട്ടി. ബ്രസീലിന് 1 പോയിൻ്റേ ഉള്ളൂ.
പക്ഷേ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വരുന്ന കടന്നു വരവാണ്. ആ കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ വരുന്ന ചില കളിക്കാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ ഇത്തവണ കപ്പ് കിട്ടുമെന്ന് പലരും എഴുതിയ രാജ്യമാണ് സ്പെയിൻ. ആ സ്പെയിനെ വെള്ളം കുടിപ്പിച്ച് എതിരാളികൾ. അത് സ്പെയിനെ വെള്ളം കുടിച്ചതും അവർ തോക്കുന്നതും ജയിക്കുന്നതല്ല. പക്ഷേ സ്പെയിന് ഇത്രയും ഗോള് അടിക്കാൻ ചാൻസ് കിട്ടി അടിക്കാൻ കഴിഞ്ഞില്ല. യമാൽ എന്ന് പറയുന്ന കളിക്കാരനാണ് ഇപ്പം ബാഴ്സലോണയെ ഏറ്റവും തുരുപ്പിച്ചിട്ട് യമാലിനെ ഇറക്കിയിട്ട് ഗോളടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കേസുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൻ രാജ്യം അത് 1,67,000 57,000 ആളുകളുള്ള രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ അത്രയേ ഉള്ളൂ രാജ്യം. അപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ദ്വീപ് രാജ്യങ്ങൾ, ഇതൊക്കെ ഇപ്പം പുതുതായിട്ട് വന്ന രാജ്യങ്ങളാണ്. കാരണം നേരത്തെ 32 ഇപ്പോൾ 48. ഈ 48 എവിടെയും നോക്കിയാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നോക്കാൻ കഴിയില്ല. നമ്മളെ ദുഃഖം നമ്മളെ മനസ്സിൽ വെക്കില്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞിരുന്ന കാര്യം ഇന്ത്യ എന്നായിരിക്കും വേൾഡ് കപ്പിലൊക്കെ? അതിപ്പം ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈമാതിരി കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രാജ്യത്തിലെ ഭരണാധികാരികളാണ്. ഭരണാധികാരികൾക്ക് അതിനുള്ള ഒരു നയവും ഇച്ഛാശക്തിയും വേണം. ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും വലിയ ദൗർബല്യം എന്താ? ഇന്ത്യൻ ഫുട്ബോളിന് കൂടിയാൽ ഒരു 3 മാസം കളി വരും, 9 മാസം ഫ്രീയാണ്, ഒരു കളിയുമില്ല. അവിടെ കളിവിട്ട സമയമില്ല. മിക്കവാറും 10 മാസം 11 മാസം കളിയായി ഈ ടീമുകൾ. ഇവനെല്ലാം ഏതെങ്കിലും ഒരു ടീമിൽ കളിക്കാരനായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന കുഞ്ഞൻ രാജ്യങ്ങളെല്ലാം കളിക്കാരെല്ലാം ഓരോ ടീമിലും കളിക്കാരാണ്. അപ്പോൾ അവർ ആ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് രാജ്യത്തെ ടീമിന് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ കളിക്കാർക്ക് സ്വന്തം കളിയെ അതുപോലെ നിലനിർത്താനും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായ കളിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. നമുക്കങ്ങനെയല്ല. നമ്മളിങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ടീമാണെന്ന് പറയാമെന്നല്ലാതെ അതിന് നല്ല പരിശീലനം കൊടുക്കണം, നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കണം, അവന് നല്ല ക്യാമ്പ് വേണം, ഇതൊക്കെ വേണം. അതുണ്ടെങ്കിൽ IM വിജയൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ലോകത്തിലെ കളിക്കാരനായിരിക്കില്ലേ? IM വിജയനാണല്ലോ നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വേഗത കൂടിയ ഗോളടിച്ചവൻ IM വിജയനാണ്. 13 സെക്കൻഡിലാണ്. അത്ര 11 സെക്കൻഡിൽ അടിച്ചവനാണ് ലോകത്തിലെ നമ്പർ 1 ഗോളടി. ഏഷ്യയിൽ ഇവനാ മുമ്പിൽ. ഇവൻ്റെ റെക്കോർഡ് തകർക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ ലോക ഫുട്ബോളിൽ അവനൊന്നുമല്ലല്ലോ. ലോക ഫുട്ബോളിൽ ഒറ്റയ്ക്ക് പോയി കളിക്കാൻ കഴിയില്ല, ഒരു ടീം വേണ്ടേ? ആ ടീമിനെ കളിച്ചിട്ട് ജയിച്ച് സെലക്ട് ചെയ്യണ്ടേ, എന്നാലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ദൗർഭാഗ്യം, നമ്മളെ 140 കോടിയിലധികം വരുന്ന ജനങ്ങളിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇങ്ങനെ നിൽക്കില്ലാതെ എപ്പം വരും പറയാൻ കഴിയില്ല. കൺഫേം ആവുമോ അതും പറയാൻ കഴിയില്ല ഈ അവസ്ഥയിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റം വരട്ടെ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കില്ലാതെ വരുന്ന വഴി. ഇനി ഞാൻ സാറിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള 2 വ്യക്തികളെ പറ്റി ചോദിക്കുകയാണ്. ആ 2 നേതാക്കന്മാരുമായുള്ള സാറിന്റെ ബന്ധമാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. സാർ, ഒന്ന് നമ്മുടെ സ്വന്തം VS അച്യുതാനന്ദനാണ്, സഖാവ് VS അച്യുതാനന്ദൻ. 2 നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ. ഈ 2 സഖാക്കളോടുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഓർത്തെടുക്കാൻ പറ്റുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? പിന്നെ VSും ഞാനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ തിരുവനന്തപുരത്ത് UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ MLA-മാരുള്ള സമരമാണ്. ആ സമരത്തിൽ സഖാവ് VS ഉൾപ്പെടെയുള്ള MLA-മാർ ഒരു ഭാഗത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ. പോലീസുകാർ വലിയ സൈന്യമാണ് അവിടെ. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അകത്ത് വിദ്യാർത്ഥികൾ, പുറത്ത് പോലീസ്, അപ്പുറം ഇപ്പുറവും കല്ലേറ് വടിയുക. അപ്പോൾ ഞാനവിടെയുണ്ട്. VS എന്നെ വിളിച്ച്, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ഒന്ന് പോകണം, നമ്മുടെ പിള്ളേരോടും എല്ലാം മാറാൻ പറയണം, പോലീസുകാരോടും. നിങ്ങൾ പറഞ്ഞാൽ പോലീസുകാർ കേൾക്കും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, VS പറഞ്ഞാൽ ഞാൻ പോവില്ലോ. ഞാൻ നേരെ പോയിട്ട് നമ്മുടെ സഖാക്കളെല്ലാം മാറി എന്ന് പറഞ്ഞപ്പം SFI ചെറുപ്പക്കാരെല്ലാം മാറി. കാരണം എന്നെ അവർക്കെല്ലാം അറിയല്ലോ. പോലീസുകാരോട് മാറാൻ പറഞ്ഞു. അപ്പുറം ഇപ്പുറം മാറി.
മാറിയിട്ട് ഞാൻ അവിടെ രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ബി എസോട് പറഞ്ഞ് ബി എസ് ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി തിരിച്ചു വരുമ്പം എനിക്കൊരു ഫോണ്, DGP ആയിരുന്നു, ഞാനൊരു പരിചയമായിരുന്നു DGP പറഞ്ഞു, അയ്യോ സാറെന്തിനാ അവിടെ പോയത്, സാറാ സ്ഥലത്ത് പോകേണ്ട ഒരു കാര്യമില്ല, സാറേ അവിടുന്ന് ഒരു കല്ലുകൊണ്ട് ഒരു ഏറ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഞാനിവിടുന്ന് നെഞ്ച് പടഞ്ഞ് നിൽക്കുകയായിരുന്നു സാറവിടെ പോകാൻ വേണ്ടിയിട്ട്. സാറേ ദയവേദിയിട്ട് ഇനി പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ സമരരംഗത്തല്ലേ, അതുകൊണ്ട് പിന്നെ ഉണ്ടാലും ഏറുകൊണ്ടാലും എന്താ, അല്ല അങ്ങനെ സാറ് പറയരുത് എന്ന് പറഞ്ഞു. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ വി എസും ഞാനും തമ്മിലൊരു ബന്ധം വ്യക്തിപരമായ ബന്ധം മാത്രമല്ല. വി എസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാക്കന്മാർ ഉള്ള കൂട്ടത്തിൽ അനുകരിക്കാവുന്ന നേതാവ് വി എസ്, അനുകരിക്കാവുന്ന നേതാവാണ്. അപ്പം വി എസിന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ വി എസിനോട് അത്ര വലിയ ആദരവുണ്ട്, അവസാനം വരെ ആദരവിൻ്റെ അത്ര അടുപ്പാണ്. പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, വി എസും ഞാനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നിരുന്നു. നമ്മളെ ഇടുക്കിയിൽ വി എസ് സകല കെട്ടിടങ്ങളും പൊളിക്കാൻ തുടങ്ങിയല്ലോ, അനധികൃതമായ റിസോർട്ടുകളെല്ലാം. അപ്പോൾ പൊളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാനന്ന് MP ആയിരുന്നു, വെളിയം ഭാർഗവൻ പാർട്ടി സെക്രട്ടറി. അദ്ദേഹം വിളിച്ചെന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വരണം, ഒന്ന് അവിടെ പോകണം. അവിടെ പീരുമേട്. ഞാനവിടെ ചെന്ന് നമ്മളെ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പത്രക്കാരെല്ലാം കൂടി, എന്താ നിങ്ങൾ പറയാൻ? അപ്പം നമ്മുടെ നേതാക്കന്മാർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവർ പറയും, അല്ല സാറ് പറയണമെന്ന് പറഞ്ഞവർ. ഞാൻ പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് നിയമവിരുദ്ധമായ പല കെട്ടിടമുണ്ടെങ്കിൽ പൊളിക്കണം. ഇത് സുരേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന മര്യാദകളാണ്. ഈ ചെയ്തിരിക്കുന്നത് നിയമപരമായി നമുക്ക് അനുവദിക്കപ്പെട്ടൊരു സ്ഥലം, നമ്മൾ വിലക്ക് വാങ്ങിയ സ്ഥലം, ആ സ്ഥലത്ത് വന്നിട്ട് മതിൽ പൊളിച്ചത്. അപ്പോൾ തെറ്റാ, അത് ബോധപൂർവ്വം പൊളിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രത്തിലൊരു വാക്ക് ഞാൻ പറഞ്ഞ്, ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും. ആര്? കോട്ടിട്ടയാളും മുകളിലുള്ള ആളും സമാധാനം പറയേണ്ടി വരും. കോട്ടിട്ടയാളെന്ന് പറയുന്ന ആളാരാ? സുരേഷ്. മുകളിലുള്ള ആളാരാ? BS. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മീഡിയക്കാരുടെ ഒരു ഗുണമുണ്ടല്ലോ, അവർ അപ്പം തന്നെ പറഞ്ഞു, കോട്ടിട്ടയാളും മുകളിലുള്ള ആളും മറുപടി പറയണം, പന്നിയൻ പോയി, TV പോയി, ആകാശത്തിൽ വിളിയോട് വിളി. ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പത്രക്കാർ VSോട് ചോദിച്ച്, പന്നിയൻ നിങ്ങളോട് ഇങ്ങനെ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ. VS പറഞ്ഞ്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പറയേണ്ട സമയത്ത് പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം കഴിഞ്ഞ ശേഷം നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പത്രക്കാരോട് ഇവിടുന്ന് പറഞ്ഞ്, എന്നെക്കുറിച്ച് മുമ്പൊരാൾ പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞു കോട്ടിട്ടയാൾ മുകളിലുള്ള ആളുമെന്ന്. കോട്ടിട്ടയാൾ നമ്മളെ സുരേഷ്, മുകളിലുള്ളത് ഞാനല്ലേ. അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളെല്ലാം താടി മുമ്പിൽ, അയാൾ താടി പുറകിൽ. അപ്പം മീഡിയക്ക് അറിയിച്ചതിനോട് VS പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ VS എനിക്കൊരു കാരണവറപ്പോലെ, ഞാനിന് മറുപടിയില്ല എന്ന് പറയാം. രാഷ്ട്രീയ രംഗത്ത് നമ്മൾ രണ്ട് പാർട്ടികൾ നിൽക്കുമ്പം പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ വ്യക്തിബന്ധങ്ങൾ അകൽച്ചയുണ്ടാക്കാനുള്ളതല്ല. ഓരോരുത്തരും നമ്മൾ ഉള്ളിൽ തട്ടി ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ നന്മകളെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് VSും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ വകയെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയിൽ പലപ്പോഴും എന്തെങ്കിലും കേസ് വരുമ്പോൾ VS പറയും, നിങ്ങൾ പോരും നോക്ക്. ഇപ്പം നമ്മളെ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്ഥാനാർത്ഥി ഇസ്മയിൽ തോറ്റ്, ഇത് ഇടതുപക്ഷത്തിൻ്റെ CPM സ്ഥാനാർത്ഥി ഇസ്മയിൽ തോറ്റ് 500 ചില്ലാനും പോയിട്ടുണ്ട്. UDFും തോറ്റ്, അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തോമസാണ് ജയിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ചന്ദ്രയൂഢനും സാക്ഷാൽ കൃഷ്ണൻകുട്ടി ആ കമ്മീഷൻ മെമ്പർമാർ, ഞാനും ഉണ്ട്. VS പറഞ്ഞ് പന്നിയനെ ചെയർമാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവരൊക്കെ ഉണ്ടായിട്ട്, എല്ലാം വേണ്ട, താങ്കൾ ചെയർമാനായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ കാര്യം കൂടിയാണ്. അതുകൊണ്ട് VSൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പകർത്താനുമുള്ള ആളാണ്.
ഒരു സാധാരണ തൊഴിലാളിയായി വന്ന് ജീവിതകാലം മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച് പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനോടെല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലുള്ള ആളെന്ന് പറയാൻ വളരെ പരിമിതമായ ആളുകളെ ഉണ്ടാവും. അതുകൊണ്ട് BS എൻ്റെ മനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് എന്നും മായാ നിൽക്കുന്ന ഒരു രൂപമാണ്. മറ്റൊന്ന് പിണറായിൻ്റെ കാര്യം. പിണറായിൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. നമ്മൾ തമ്മിൽ അടുത്തും അകന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിമാരായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഏതെങ്കിലും പ്രശ്നത്തിൽ തെറ്റ് കണ്ടാൽ തെറ്റിന് പറയും. ഉദാഹരണം പറയാം, അടിയന്തരാവസ്ഥ കാലത്ത് പിണറായിയെ കൊണ്ടുപോയി കൂത്തുപറമ്പ് ലോക്കൽ വെച്ച് അടിച്ച് കാലൊടിച്ച് ഇവരെന്ന് ഞാൻ അറിഞ്ഞപ്പം അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച്. ഞാൻ യൂത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ തിരിച്ചേ? ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടൊരു MLA കൊണ്ടുപോയിട്ടൊരു കാലൊടിക്കുക, എന്ത് ന്യായം അത്? എന്തിനു വേണ്ടി ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, അത് വേറെ ആരും ഏർപ്പാട് ചെയ്താന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഏർപ്പാട് ചെയ്ത ആൾ ജോഷി എന്ന് പറയുന്ന ഒരു CI കൂത്തുപറമ്പിൽ. അപ്പം അങ്ങനെ തെറ്റ് കണ്ടാൽ ഞാൻ ആരോടും പറയും. നമുക്ക് പറയാനുള്ള ബാധ്യതയുണ്ടല്ലോ പൊതുപ്രവർത്തനമായിട്ട്. എന്നാൽ ഈ പിണറായി എന്ന് പറയുന്ന ആൾ സംഭവങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പല സംഭവങ്ങളിലും വളരെ സൂക്ഷ്മതയോടെ പ്രതികരിക്കും. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമ്മളിവിടെ 3 ദുരന്തങ്ങൾ വന്ന്. ഒരു ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മളെ കോവിഡ്. മറ്റൊന്ന് നമ്മളെ പ്രളയം. മൂന്നാമത്തത് നിപ്പ. ഇങ്ങനെ ഈ പ്രളയങ്ങളും ഇതും പ്രകൃതി ദുരന്തങ്ങളെല്ലാം വന്നപ്പം അതിൻ്റെയൊക്കെ വളരെ സൂക്ഷ്മമായി അതിനെല്ലാം നേരിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഒരു ഭരണാധികാരി ചെയ്യേണ്ടതല്ലേ? ഇപ്പം പ്രളയത്തിൻ്റെ കാര്യത്തിൽ അന്ന് ചെങ്ങന്നൂർ പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം മുങ്ങിക്കിടക്കുക. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ്, ആളെയൊന്നും എനിക്കറിയില്ലല്ലോ, വിളിച്ചു പറഞ്ഞു, സാർ നമ്മൾ തമ്മിൽ പരിചയമില്ല, ഞാൻ തപ്പി കിട്ടിയ നമ്പർ അതുകൊണ്ട് വിളിക്കുക, ഈ ഭരണാധികാരിയുടെ ആരെയും കിട്ടുന്നില്ല, എനിക്ക് അത്യാവശ്യം ഒരു സഹായം വേണം. ഞാൻ പറഞ്ഞു, എന്താ വേണ്ടത്? സാർ എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം വേണമായിരുന്നു. ഞാനിവിടുന്ന് വെള്ളപ്പൊക്കത്തിൽ അരയോളം വെള്ളത്തിൽ നിൽക്കുക. ഇനി ഒന്നുകൂടി കയറിയാൽ ഞാൻ മുങ്ങും. ഞാൻ മാത്രമല്ല, എൻ്റെ 3 മക്കളും ഭാര്യയുണ്ട്. ഇനി നമ്മുടെ ജീവിതം പോകുന്ന ഉറപ്പാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമായിരുന്നു, നല്ല വെള്ളം. ഇതെല്ലാം അടുക്ക് വെള്ളമാണ് വരുന്നത്. ഒന്ന് സഹായിക്കൂ സാർ. ഞാനാകെ വല്ലാത്ത അവസ്ഥയായി. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? ഹിന്ദുക്കൾ ധരിക്കും ഗംഗയിലെ വെള്ളം കൊണ്ടുവന്നിട്ട് നനച്ച് മരിക്കണമെന്ന്. മുസൽമാന്മാർ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ മക്കയെന്നുള്ള വെള്ളമാണ് ഉദ്ദേശിക്കുക. ക്രിസ്ത്യാനികൾ അങ്ങനെ വെള്ളം, എന്തായാലും വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് മനുഷ്യന് അവസാനമായിട്ട്. ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാനാകെ വിഷമിച്ച്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ ഒരുപാട് ആളുകളെ വിളിച്ച്. അവിടുത്തെ മന്ത്രി, അതിനടുത്ത മന്ത്രി, വകുപ്പ് മന്ത്രി എല്ലാവരെയും വിളിച്ച് ആരെയും കിട്ടുന്നില്ല. അവസാനമായി രാത്രി ഒരു 11:35 മുഖ്യമന്ത്രിയെ ഞാൻ വിളിച്ച്. അയാളാണ് സുഖമില്ലാതെ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന ആളാണ്. വിളിച്ചപ്പോൾ എടുത്തില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തിരിച്ചിങ്ങോട്ട് വിളിച്ച്. ഞാൻ വിളിച്ചു, എന്താ പന്നിയെ വിളിച്ചേ? ഞാൻ പറഞ്ഞു, ഇതാ കേസ് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വിളിക്കാം. 11:35 ഫോണിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബന്ധപ്പെട്ട് എന്നൊരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വിവരം കിട്ടി. അദ്ദേഹം പറഞ്ഞ്, പന്നി അവരോട് പറഞ്ഞേ നാളെ ഉച്ചയാകുമ്പോഴേക്ക് അവിടെ രക്ഷിക്കും എന്ന് പറഞ്ഞേ. ഞാൻ പറയാം, എങ്ങനെ രക്ഷിക്കുക? അവിടെ നേവി വന്നിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, സകല സംവിധാനം രക്ഷിച്ചില്ല, ഇനി അവരെങ്ങനെ രക്ഷിക്കും? അപ്പോൾ നിങ്ങൾക്കറിയില്ല, നീണ്ടകരയെന്നും അതുപോലെ തിരുവനന്തപുരത്തുമായിട്ട് ഒരുപാട് വള്ളക്കാർ പോയിട്ടുണ്ട്. അവിടെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാർ, അവരേത് കുഴഞ്ഞ കേസിലും അവർ രക്ഷപ്പെടുത്തും, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അവർ പുറപ്പെട്ടിട്ടുണ്ട്. അവരോട് പറ, ധൈര്യമായിരിക്കാൻ പറയുന്നു.
അടുത്ത ദിവസം അവർക്ക് കിട്ടി, അവർ രക്ഷപ്പെട്ട് അവരിങ്ങോട്ട് വിളിച്ച്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അയാളെ കർമ്മം എന്താ? ആ കർമ്മം കൃത്യമായി നിർവഹിച്ച ഒരാളാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കേസായത്. ആര്? പിണറായിൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പല കാര്യങ്ങളിലും കണിച്ചക്കാരനാണ്. ആ കണിച്ചത പലതിലും കണ്ടിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമുക്ക് രാഷ്ട്രീയമായി പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് വിഷയങ്ങളെ കാണരുത്. വിഷയങ്ങൾ കാണുന്ന കോമൺ പൂളിൽ കാണണം. അങ്ങനെ കാണുമ്പം അദ്ദേഹം ഒരു സമർത്ഥനായ ഭരണാധികാരിയായിരുന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് പറയാൻ. സാറിന്റെ വ്യക്തിജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ മുടി വളർത്തിയത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പ്രതിഷേധാത്മകമായാണ് വളർത്തിയത്. അതിന്റെ കഥ എന്താണ് സാർ? അതിന്റെ പിന്നിൽ അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പറഞ്ഞാൽ 75 അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥേൻ്റെ കാലത്ത് ഞാൻ കണ്ണൂരിൽ AIYFൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പം അവിടെ ഒരു SI വന്ന്, അയാളുടെ പേര് പുലിക്കോടൻ നാരായണെന്നാണ്. പുലിക്കോടൻ നാരായണെന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവൻ പറയുന്ന പുലിയാന്നാണ്. അയാൾ അജാനബാഹുവാണ്, കപ്പട മീശ, ഇങ്ങനെയാണ് മീശ, ഇവിടെ കപ്പട മീശ 2 മാസമായിട്ട്. കണ്ടാൽ ആളുകൾ പേടിക്കും. അപ്പോൾ ഇയാളെ എനിക്കറിയാം, അയാൾക്ക് എന്നെയും അറിയാം. പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അന്ന് ചെറുപ്പക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അന്ന് ഹിപ്പിയിസം ഉണ്ടായിരുന്നു, നിഷേധത്തിൻ്റെ പ്രസ്ഥാനം. അത് സാഹിത്യത്തിൻ്റെ രംഗത്ത് വന്ന്, എല്ലാം കൂടി പൊതു സമരങ്ങളുടെ രംഗത്തും എല്ലാം ഇത് വന്ന്. അപ്പോൾ ഇവിടെ അത് വന്ന് ഫാഷനായി. ഇവിടെ മുടി നീട്ടി വളർന്നൊരു ഫാഷനാണ്. കുരുവിക്കൂടും മുടി നീട്ടി വളർത്തലുള്ള ഒരു ഫാഷനാണ്. ചുരുണ്ട മുടിയാണെങ്കിൽ കുരുവിക്കൂടാ, മറ്റേത് മുടി നീട്ടി വളർത്തലാണ്. അപ്പോൾ ഇങ്ങനെ മുടി നീട്ടി വളർത്തി SM കോളേജിൽ വരുന്ന ചെറുപ്പക്കാരെല്ലാം വഴിയിൽ വെച്ച് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകും. അതിൽ കൊണ്ടുപോയിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങ് വിട്ടും. സെൻറ്ററിൽ നിന്ന് കിട്ടിയാൽ പിന്നെ മുട്ടയടിക്കേ വഴിയുള്ളൂ. ഇതാണ് സ്ഥിതി. അപ്പോൾ നാട്ടിൽ മുഴുവൻ സംസാരമായി, പുലി ഇറങ്ങിയിരിക്കുന്നു, പുലി. അപ്പോൾ ഇതിന് പ്രതിഷേധിക്കാൻ കഴിയില്ല, പൊതുവൊന്നും നടത്താൻ കഴിയില്ല, പ്രമേയം അയച്ചുകൊണ്ട് കാര്യമില്ല, പത്രങ്ങളിൽ വരില്ല, ഒന്നുമില്ല. എന്താ വഴി? ഈ ചർച്ചക്കടിയിലാണ്, ഒരു വഴിയുമില്ല. അപ്പോൾ അവിടെയുള്ള ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കോളേജിലൊക്കെ ഒളിച്ചൊളിച്ച് പോകാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തേനൊരു മാർഗം. അപ്പോൾ ഞാൻ കണ്ട മാർഗം എന്ന് പറഞ്ഞാൽ, ഒരു 3 മാസം മുടി മുറിക്കാതെ വെച്ച്. അപ്പം മുടി ഇങ്ങനെ നീണ്ടിങ്ങനെ ചീകാതെ ഇങ്ങനെ വന്നപ്പോൾ ആൾ ഏതാണ്ട് ഹിപ്പിയായി. അപ്പോൾ ഞാൻ കണ്ണൂരിൽ ഇങ്ങനെ കണ്ണൂർ ടൗണിലൊക്കെ ഇങ്ങനെ എപ്പോഴും നടന്നു പോകുന്നതല്ലേ. അപ്പോൾ ഒരു ദിവസം കണ്ണൂരിൽ മുനീശ്വരൻ കോവിലിൽ അവിടുന്ന് ഞാൻ ബസ്സിന് കാത്തൊക്കെ ചൊവ്വയിൽ പോകാൻ. അപ്പം എന്നെപ്പോലെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ആരെല്ലാം ഇങ്ങനെ ലോഹ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ്റെ പോലീസ് ജീപ്പ് വരുന്നത്. പോലീസ് ജീപ്പിനെ ഇവനെ ഒട്ടിച്ചുകൊണ്ട് വരിക. അപ്പോൾ എന്നെ കണ്ടപ്പം ഒരു 50 വാര ദൂരെ പോയിട്ട് വണ്ടി ചവിട്ടി നിർത്തി, റിവേഴ്സ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന്. ഇങ്ങനെ അടുത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞ്, ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഞാൻ ഒഴിവാക്കിയതാ. അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓൻ്റെ ഔദാര്യത്തിലേ ഞാൻ മുടി വെക്കുന്നത്. ഈ പുലിക്കോടൻ നാരായണെന്ന് പറയുന്ന SIൻ്റെ ഔദാര്യത്തിൽ ഞാൻ മുടി വെക്കുകയെന്നല്ലേ. അത് എന്നെപ്പോലൊരു ചെറുപ്പക്കാരന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. ഞാൻ അങ്ങോട്ട് പറഞ്ഞ്, ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടിക്കുന്നത് ഒരു പോലീസ് ഓഫീസറായിരിക്കണം. അതാ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ അങ്ങോട്ട് നോക്കി കൂളായിട്ട്. അതുകൊണ്ട് ഓൻ പോയി. ഓൻ മുടി വെട്ടിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അത് നിലനിന്ന് അങ്ങനെ. പിന്നെ മുടി ഞാൻ വെട്ടിച്ചില്ല. അത് പിന്നെ ഒരു ഓർമ്മയാണ്. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും എല്ലാം തകർത്ത് ഒരു എന്താ പറയണ്ടേ, ഒരു ഭരണത്തിൻ്റെ ആധിപത്യം ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ അതിനെതിരായ പ്രതിഷേധം മാത്രമാണ്. അതിനുശേഷം ഒരിക്കൽ മാത്രമാണ് മുടി മുറിച്ചത്. അത് നമ്മൾ RCCയിൽ പിന്നെ പേഷ്യൻസിന് അവർക്ക് ഈ റേഡിയേഷൻ കഴിഞ്ഞാൽ മുടി പോവും, അതിന് മുടി വെക്കാൻ വേണ്ടി.
അത് നമ്മളെ പിന്നെ ഈ സിനിമാ നടിയില്ലേ, നടിമാരെ അവരെ ഫാഷൻ്റെ ഇതാക്കുന്ന ഇവരുണ്ട്. അംബികാപ്പിള്ള എന്നോട് വിളിച്ച് പറഞ്ഞ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മുടി തന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു മുടി തരാം. എത്ര ഇഞ്ച് വേണം? 7 ഇഞ്ച് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9 എടുത്തോ. അങ്ങനെ 9 ഇഞ്ച് കൊടുത്തിന്. അതേ ഉണ്ടായുള്ളൂ. അത് നമ്മളെ ഒരു എന്താ പറയണ്ടേ, ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഒരു സഹായം അതല്ലേ ചെയ്യാമെങ്കിൽ എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ലല്ലോ. അതൊരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ മുടി നീട്ടി വളർത്തിയത് എന്ന് പറഞ്ഞാൽ പ്രതിഷേധത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മൗലിക അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിലൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയാലും അറിയും. അതുകൊണ്ട് വഴി മാറി സഞ്ചരിക്കാൻ കഴിയില്ല. ഞാൻ എവിടെയെങ്കിലും ഒളിച്ചു പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. എവിടെയെങ്കിലും പോയിട്ടൊരു കള്ള് ഷാപ്പ് കയറാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നെ എല്ലാവരും അറിയും. ഒരു ഐഡൻറ്റിറ്റിയായി. അതൊരു കണക്ക് നല്ല കാര്യമായി. അതിനോട് നമ്മളെ പഴയ മദുരാശിയിലെ അസംബ്ലിയിലെ MLA ആയിരുന്ന ഈ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ മുടി മുറിക്കരുത്, മുടി അവിടെ തന്നെ നിന്നോട്ട്. മുടി മുറിച്ചാൽ നിങ്ങളെ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ വഴിതെറ്റും. വഴിതെറ്റായിരിക്കാൻ നല്ലതാണ്. ശരിയാണ്. എനിക്കിതുവരെ ഒരു പ്രശ്നമില്ലല്ലോ എവിടെയും. എവിടെ ചെന്നാലും ആൾക്കറിയും. ഇപ്പോൾ നമ്മളവിടെ വായനാഭാരത്തിന് അവിടെ പോയാലോ പിള്ളേർക്കെല്ലാം അറിയാലോ. അതല്ലേ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ ജീവിതത്തിൽ. പിന്നെ മറ്റുള്ളവർക്ക് അറിയപ്പെടുന്ന രീതി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അത്. മറ്റെന്തോ നമ്മളെ കൊണ്ട് വലിയ അറിയണ്ടേ ഒന്നുമില്ലല്ലോ. സാറിന്റെ പേര് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുടി തന്നെയാണ്. അപ്പൊ അതൊരു ഐഡന്റിറ്റി മാറി. സാർ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണമാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ KSRTC ഒരു സൗജന്യ യാത്ര അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആയുധങ്ങൾ അവർ പ്രയോഗിച്ചതിന് പെട്ടെന്ന് മനുഷ്യൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റിയ ഏർപ്പാടുകൾ. KSRTC ഒരു സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്. ആർക്ക്? സ്ത്രീകൾക്ക്. ആ സൗജന്യ യാത്ര ഇപ്പം എന്തായി? ഇപ്പം സാധാരണ KSRTC ബസ്സിലല്ല ഇപ്പോൾ വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? പാസഞ്ചർ ബസ്സിൽ. ചില ബസ്സുകൾക്ക് ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ ബസ് മാറ്റി. അപ്പോൾ ഇതെല്ലാം ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ. നിങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നടന്നോട്ടെ. അതുപോലെ തന്നെ പലർക്കും സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളൂ. എല്ലാ തർക്കം. നിങ്ങൾ ഗവൺമെൻറ് അല്ല ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിൽ വരുത്തിക്കോളൂ. പക്ഷേ ആ നടപ്പിൽ വരുത്തിയാൽ എന്താ നാളത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കണ്ടേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നാണ് KSRTC അല്ലേ. ആ KSRTCയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? KSRTC നിലനിൽപ്പ് KSRTCയിൽ ആ ബസ് കൃത്യമായിട്ട് ഓടുന്നതിനാ. KSRTC നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ ചാർജ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് ചാർജ് എത്രയാണ് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആര്? ഗവൺമെൻറ്. കാരണം നമ്മുടെ കയ്യിലുണ്ട് സാധനം. അല്ലെങ്കിൽ അവൻ തീരുമാനിക്കില്ലേ, പറയുന്ന പൈസക്ക് പോകണ്ടേ. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്തെന്ന് പറഞ്ഞാൽ വെറുതെയല്ല. മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയാണ് അധികാരത്തിൽ വരിക? അതിനുള്ള ഒരുപാട് ഏർപ്പാടാണ് ഇപ്പം കാണുന്നില്ലേ. സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന 1000 ഉറുപ്പിക ഇപ്പോൾ കൊടുത്തില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണെന്നിപ്പോൾ അറിയാം നമുക്ക്. ഇപ്പം ബഡ്ജറ്റ് ഇപ്പോൾ വരുന്നതല്ലേ. ഇനി നമുക്ക് അപ്പുറം പറയാം. അധികാരം എന്ന് പറയുന്നത് അവരധികാരത്തിലുള്ളപ്പം ജനസേവനത്തിൻ്റെ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അവരധികാരത്തിലുള്ളപ്പോൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒന്ന് പറ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നേരത്തെ കേരളത്തിൽ? ഇപ്പോൾ അവർ വലിയ കഥ പറയല്ലേ. ഈ നാട്ടിൽ പിന്നെ കള്ള് ഷാപ്പുകളും ബ്രാൻഡ് ഷാപ്പുകളിലും കൂടുതൽ വന്നെന്ന് പറയുന്നില്ലേ. ഇതെങ്ങനെയാണ് വന്നത്? ഈ ആൻ്റണീൻ്റെ ഭരണം പോകാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ആൻ്റണി വെച്ചൊരു വെടിയായിരുന്നത്. AK ആൻ്റണി എന്താണ് ചാരായം നിർത്തലാക്കിയെന്ന് പറഞ്ഞിട്ട്. ചാരായമുള്ള സമയത്ത് എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, നമ്മളും ചെറുപ്പക്കാരല്ലേ. ആ ചാരായമുള്ള സമയത്ത് ചാരായം ചെറുപ്പക്കാരാരെങ്കിലും കഴിക്കുമോ? ചാരായം ഇല്ല. അതിന് റാക്ക് എന്നാണ് പറയുക. അത് കഴിക്കാൻ പാടില്ല. അത് ചുമട്ടുകാരൊക്കെ കഴിക്കും.
തൊഴിലാളികളും കഴിക്കും, അവർ കഴിച്ചോട്ടെ. കള്ളും കുടിക്കില്ല. കള്ള് ഷാപ്പ് പോയാൽ കള്ള് നാറെന്ന് പറയും. അന്ന് ഫോറിൻ ലിക്കർ വാങ്ങാനുള്ള കാശുണ്ടോ ഈ ചെറുപ്പക്കാരയിൽ? ഇല്ലല്ലോ. ആൻ്റണി നിർത്തിയല്ലോ, AK ആൻ്റണി നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൊണ്ടുവന്ന്. അതിൻ്റെ ഫലം എന്താ പറയുക? അതുവരെ കള്ള് ഷാപ്പിലോ റാക്ക് ഷാപ്പിലോ പോകാതെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ ക്യൂ നിന്ന് വാങ്ങാൻ തുടങ്ങി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേരളത്തിലെ ചെറുപ്പക്കാരെ കള്ളുകുടിയന്മാരാക്കിയത് അവരാ. എന്തിനു വേണ്ടിയാ? താൽക്കാലിക ലാഭത്തിന് വേണ്ടി. ആ ചാരായമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ചുമട്ടുകാരൻ വീട്ടിൽ പോകുമ്പോൾ ചാരായം എന്ന് പറയുന്നത് അന്ന് കൂടിയ 50 രൂപേനെ ചാരായം കടിച്ചാൽ മതി, അല്ലേ 100 രൂപ എന്ന് വെച്ചോ. ഇപ്പം നിങ്ങൾ 500 രൂപ ഉണ്ടായാലും നിങ്ങൾക്ക് ബ്രാൻഡ് ഇത് 4 ലിക്കർ കഴിച്ചാൽ വല്ലാവുമോന്? പാവപ്പെട്ടവനെ പറ്റിക്കാൻ വേണ്ടിയുള്ള സകല ഏർപ്പാടുകളും അവർക്കറിയാം. ആളെ പറ്റിച്ച് ഭരണം നടത്തി ആ ഭരണം 5 വർഷമായി കിട്ടാവുന്ന മുഴുവൻ നേടിയെടുക്കുക എന്നുള്ളതല്ലാതെ, നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവന് മാത്രം നേടിയെടുക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇതാണ് UDF. അതാ ഇപ്പം ഇനി വരാൻ പോകുന്ന അപകടം ഒന്നുകൂടിയുണ്ട്. ഇതൊരു ഭാഗത്ത്. മറ്റു ഭാഗത്ത് വരാൻ പോകുന്ന ഈ നാട്ടിൽ സാമുദായിക സ്പർദ്ധ വളർത്താൻ ആവശ്യമുള്ള വഴിമരുന്നിട്ടിരിക്കുന്നു. അതിനുള്ള കാരണം ഞാൻ പറയാം. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരെയും കൂടി ചേർത്തല്ലോ. RSS, ജമാഅത്ത് ഇസ്ലാമി, എല്ലാ ജാതി മത സംഘടനകളും ഇപ്പോൾ അവൻ്റെ കൂടിയാ. ജമാഅത്ത് ഇസ്ലാമി ആർക്കാ പൊട്ടിയത്? ജമാഅത്ത് ഇസ്ലാമി UDFനല്ലേ. അവരെന്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരാൻ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നെന്താ? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഒരു മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധയും ഇവിടെ അനുവദിക്കില്ല. മതനിരപേക്ഷ കേരളം നിലനിർത്തും. ഒരു വർഗീയതകൾ ഇവിടെ നടക്കില്ല. നിങ്ങൾ നടത്താൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഇപ്പോൾ എന്താ ഇവർക്ക്? എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി നമുക്കെതിരായിരുന്നത്? എന്തിനു വേണ്ടിയായി? RSSൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. RSSൻ്റെ ഉദ്ദേശം അതാ. എന്തിനാ? ഇവ രണ്ടുപേരും 2 എക്സ്ട്രീമിലാണ്. RSS ഒരു ഭാഗത്ത്, ജമാഅത്ത് ഇസ്ലാമി ഒരു ഭാഗത്ത്. രണ്ടുപേരും തത്വം ഒന്നാ. RSS ഹിന്ദുത്വ രാജ്യം, മറ്റവനോ ഇസ്ലാമിക റിപ്പബ്ലിക് അല്ലേ? ഇത് രണ്ടും നിൽക്കുന്ന 2 സംഘടനകളാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെയാണോ? ഇതുവരെ കേരളത്തിൽ ഇത് രണ്ടും നിലനിൽപ്പില്ലല്ലോ. ഇപ്പോൾ 2 കൂട്ടർക്കും ബേസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ആ ബേസ് ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചാൽ ഇവർ UDF. അവർക്ക് ഭരണം കിട്ടിയാൽ മതി. ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന പോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം ഭരണം എന്നാണ്. ഭരണം കിട്ടി. ആ ഭരണം കിട്ടി അടിച്ച് പൊളിച്ച് മെന്നിച്ച് പോകാനുള്ള ഇപ്പോൾ ഏർപ്പാട്. അതിനുള്ള ചില പൊടിക്കൈയൊക്കെ ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ബഡ്ജറ്റ് ഞാനിപ്പം കേട്ടില്ല, അതുകൊണ്ട് ബഡ്ജറ്റിനെക്കുറിച്ച് ഇപ്പം പ്രതികരിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു കാര്യമാണ്, അവരെന്നും സമ്പന്ന വർഗത്തിൻ്റെ കൂടിയാണ്, അവരെന്നും വലിയ മുതലാളിമാരെ കൂടിയാണ്. ഇവിടെ അദാനി, ആദ്യം തന്നെ അദാനി ഇവരെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റാണ് മംഗലാപുരത്ത് പോയത്. തിരിച്ച് മംഗലാപുരത്ത് ഇങ്ങോട്ട് വന്ന് ഒന്നും കാണാത്ത അദ്ദേഹം പോയിട്ട് കുളത്ത് ചാടുമോ? ഇല്ലല്ലോ. അദാനിയെപ്പോലുള്ള ആളുകൾ ഒന്നും കാണാത്ത UDF നേതാവിന് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കുമോ? എന്ത് കാര്യത്തിന് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത്? അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് നമ്മൾ അപകടം മണത്ത് തുടങ്ങി. ഇനി വരുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള നിലനിൽപ്പ്, അതിനു വേണ്ടിയുള്ള പോരാട്ടം, ഇത് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് പറഞ്ഞു വരുന്നത് 5 വർഷത്തെ ഭരണം നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ്. സാർ ഇനിയിപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ അവസാനത്തിലോട്ട് വരികയാണ്, അവസാന ഘട്ടത്തിലോട്ട്. ഞാൻ ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാറ് കണ്ണൂരിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ 40 വർഷത്തിന് മുകളിലായി തിരുവനന്തപുരത്താണുള്ളത്. അപ്പൊ കണ്ണൂരിലെ രാഷ്ട്രീയവും ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും സാർ? അതുപോലെ തന്നെ സാറിന്റെ ഈ ഒരു ജീവിത രീതി, ഒരു മുറി ഇത്ര മതി, ഒരു രാഷ്ട്രീയക്കാരനെ ജീവിക്കാൻ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ, ആഡംബരമോ ആർഭാടമോ വേണ്ടെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അധികാരമോഹം സാറിനില്ല, അധികാരം വേണ്ടെന്നാണ് സാറ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു കാഴ്ചപ്പാട്? എന്തുകൊണ്ടാണ് അങ്ങനെ?
ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസം? അല്ല, അത് ഒരു വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പം നമ്മളെ നാട്ടിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ രീതി, ഒരു പൊതുപ്രവർത്തകന് അവന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വേണമെന്നാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി കൂടി വരുന്ന പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകർക്ക്. അതിൻ്റെ ഭാഗമല്ലേ നിങ്ങൾ കാണുന്നില്ലേ, ഏത് പാർട്ടി കയറിയാലും തിരക്കേടില്ല, എനിക്ക് സീറ്റ് കിട്ടിയാൽ മതി എന്നല്ലേ. അത് നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പറ്റുന്നതല്ലല്ലോ. നമ്മൾ തിയറി എന്ന് പറയുന്നതില്ലെങ്കിലും ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയുന്ന അനുഭവമില്ലേ, അത് വലിയ തിയറി അല്ലെങ്കിലും അത് അനുഭവ സമ്പത്തല്ലേ. അതെങ്കിലും ഉള്ള ഒരുത്തന്, ഈ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരുത്തന് എങ്ങനെ RSSകാരൻ്റെ വോട്ട് വാങ്ങുക? RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞല്ലേ നമ്മൾ, അല്ലേ? അപ്പം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന പ്രസ്ഥാനമായി നമ്മൾ നിൽക്കുന്നത് എന്താ? ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട്. കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ആ കേരളത്തിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇതുപോലുള്ള കളിയിൽ മുഴുവൻ ഏർപ്പെടുന്ന ആളുകൾ, ആ ആളുകൾ നമുക്ക് എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയും? ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ആ സപ്പോർട്ടായാലും തിരക്കല്ല, എനിക്കൊരു സ്ഥാനം മതി, ഒരു MLA സ്ഥാനം കിട്ടിയാലോ, ഇതെല്ലാം എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇതൊക്കെ അപകട സൂചനയാണ്. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പാർട്ടിക്കകത്ത് പറയണം. അതാണ് നമ്മളെല്ലാം പഠിപ്പിച്ച കാര്യം. അഭിപ്രായ വ്യത്യാസം നാട്ടിൽ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പോയി ആ പറഞ്ഞതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് അപകടമാണ്. ഇല്ല. എങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ വരുന്നത്? സ്ഥാനമാനങ്ങൾ മത്സരിച്ച് ജയിക്കുന്നതാണോ? അല്ലല്ലോ. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്നു. കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും അതിന് പറ്റിയില്ല. അതൊരു വലിയ പദവിയാണ് നമ്മളെ അച്ചടക്കത്തിൻ്റെ. ഇതെങ്ങനെയായത്? എന്നെ പാർട്ടി കമ്മിറ്റികൾ തിരഞ്ഞെടുത്തിട്ട് അയച്ചതാണ്. അവസാനമായി ഞാൻ പറഞ്ഞ് എൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നത് ഞാനില്ല, ഞാൻ ആ സ്ഥാനത്ത് ഒഴിവായി വന്നല്ലോ. എനിക്കിപ്പോൾ സ്ഥാനങ്ങളൊന്നുമില്ല, പദവിയില്ല എന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ നാട്ടിൽ വന്നാൽ നാട്ടിലെന്താ പ്രവർത്തിച്ചൂടെ? പ്രവർത്തിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്നെ എല്ലാവരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റായിട്ട് കാണൂല്ലേ? ഏത് സ്ഥാനം? നിങ്ങൾ സ്ഥാനമല്ല വിഷയം, സ്ഥാനമാനങ്ങളല്ല വിഷയം. നമ്മളിതുവരെ പ്രവർത്തിച്ച രീതിയിൽ ഇനിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു മാത്രമേ. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് വലിയ തർക്കമൊന്നും വലുത് വേണ്ട. അങ്ങനെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോട് കാണിക്കുന്ന അനീതിയാണത്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ഇനി അതെ, കണ്ണൂരും തിരുവനന്തപുരം തമ്മിലുള്ള വ്യത്യാസം. അത് നേരത്തെയുള്ള കണ്ണൂരും തിരുവനന്തപുരം തമ്മിലുള്ള വ്യത്യാസം. കാരണം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ രാജഭരണമായിരുന്നു. കണ്ണൂരെന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? കണ്ണൂരെന്ന് പറയുന്നത് പഴയകാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു കണ്ണൂർ. മാത്രമല്ല കണ്ണൂരിന് വലിയ മഹത്വം ഉണ്ടായിരുന്നു, നിങ്ങളതറിയില്ല. അവിടെ അറക്കൽ രാജാവ്, രാജഭരണത്തിൻ്റെ കാലമില്ലേ. കണ്ണൂർ അറബിക്കടലിൻ്റെ തീരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കണ്ണൂർ അവിടുന്ന് വളപട്ടണം, അവിടുന്ന് തലശ്ശേരി, മാഹി, ഇതൊക്കെ അറബിക്കടൽ തീരാണ്. ആ തീരത്തൂട്ടിയാണ് അവസാനം ഇയാൾ വന്നത്, വാസ്കോഡി ഗാമ വന്നിറങ്ങിയത്. കണ്ണൂരിൻ്റെ കഥ പറയുമ്പം നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്. അറക്കൽ രാജാവ് വളരെ പ്രഗത്ഭനായ രാജാവാണ്. ആ രാജാവിനൊരു സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ആ മകൾ അറക്കൽ ചെറയിൽ, അതാണ് കുളം എന്ന് പറഞ്ഞാൽ ചെറ എന്ന് പറയും, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം. ആ കുളത്തിൽ കുളിക്കാൻ പോയി കുളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവൾ മുങ്ങിപ്പോയി, കാൽ പെടുത്തിയിട്ട് മുങ്ങിപ്പോയി. ഇവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുളത്തിൽ ചാടി ഇവളെ രക്ഷിച്ച് കൊണ്ടുവന്ന് ഇവളെ വെള്ളം കുടിച്ചു പോയതെല്ലാം നേരെയാക്കി വിളി ചോദിച്ചു, നിൻ്റെ പേരെന്താ? മമ്മാലി. അപ്പോൾ നീ മാപ്പിളയല്ലേ? അതെ. അപ്പോൾ പ്രശ്നമല്ലോ, എനിക്ക് വീട്ടിൽ പോയാൽ മാപ്പിളയായതുകൊണ്ട് എനിക്ക് വീട്ടിൽ കയറ്റില്ലല്ലോ. നീ മാപ്പിളയല്ലേ, ഒരു കാര്യം ചെയ്യും, നീ എന്നെ രക്ഷിച്ചാ, ഇനി ഞാൻ നിൻ്റെ കൂടെ വരിക. അങ്ങനെ ഇവനെയും കൂട്ടിയിട്ട് നേരെ പോയി അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അറക്കൽ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, അച്ഛാ,
ഞാൻ വെള്ളത്തിൽ മുങ്ങി ചാകാൻ വേണ്ടി പോകുമ്പോൾ രക്ഷിച്ചവനാ ഇവൻ്റെ കൂടെ ഞാനിപ്പോൾ പോകാൻ തീരുമാനിച്ച അച്ഛനോട് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അച്ഛൻ പോയി ചോദിച്ചു, എന്നെ നീ എപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിവൻ്റെ കൂടെ പോവാം. അങ്ങനെ നീ പോകണ്ട, നിന്നെ മാനമായി ഞാൻ അയക്കാം. അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി അറക്കൽ രാജാവും രാജാവിൻ്റെ മകളും ഈ മമ്മാരി എന്ന് പറയുന്ന പയ്യനും തമ്മിലുള്ള കല്യാണം നടക്കുന്നത്. ആ കല്യാണത്തിന് അവനെ സ്ത്രീധനമായി കൊടുത്തതാണ്. കണ്ണൂർ കോട്ട മുതൽ ആ കണ്ണൂർ സിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലം മുഴുവൻ കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ഈ മിശ്ര വിവാഹം നടന്നത് അന്നാ. അതുമാതിരി ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരു ഹിന്ദു പെൺകുട്ടിയെ അന്നത്തെ രാജാവ് കല്യാണം കഴിച്ചു കൊടുത്തു. അത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദു മുസ്ലിം സ്പർദ്ധ, അകൽച്ച എന്നൊക്കെ പറയുന്നില്ലേ, അതിനെതിരായി നന്നായി പ്രവർത്തിച്ച ഒരു കാലമായിരുന്നു ആ കാലം. അപ്പോൾ ആ കാലം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ മന്ത്രം, നാട്ടിൽ മനുഷ്യനെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ജീവിത സാഹചര്യം, അതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് ഇതിനെതിരായി അന്ന് തന്നെ ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വ്യത്യാസം തിരുവനന്തപുരം, കണ്ണൂർ എന്ന രീതിയിലുണ്ട്. ഇവിടെ രാജഭരണമാണ്, അവിടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മളോട് ഇത്രയും നേരം തന്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും വെച്ച് നമ്മൾ സംസാരിച്ചത് ശ്രീ പനയൻ രവീന്ദ്രൻ സാറാണ്. നന്ദി സാർ, പോളിടോക്സിൽ ഇത്രയും നേരം സംസാരിച്ചതിന്. ഇനി ഞങ്ങളുടെ ചാനലിൽ വരിക, ഇന്റർവ്യൂ തരിക. സന്തോഷം.